മഹത്വം ഉണ്ടായിട്ട് ഈ അനുഗ്രഹപ്പെട്ട നല്ല സന്ധ്യാസമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവസഭയിൽ ഈ മാസം നടക്കുന്ന 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ അവസാനത്തെ രാത്രി സെഷൻ നമുക്ക് കർത്താവിൽ ആശ്രയിച്ച് കൂടി വരുവാൻ സഹായിച്ചല്ലോ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും, വേദിയിലായിരിക്കുന്ന അനുഗ്രഹീത ദേവദാസന്മാർ, സദസ്സിലായിരിക്കുന്ന അനുഗ്രഹീത ദേവദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. തുടർന്ന് നാം ദൈവവചനം കേൾക്കുവാൻ പോവുകയാണ്. ഇന്ന് പകലും രാത്രിയും ശുശ്രൂഷിക്കാൻ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്നത് പാസ്റ്റർ ബേബി ജോൺസൺ അവറുകളെയാണ്. പ്രിയ ദേവദാസനെ ഒരിക്കൽ കൂടെ ദൈവസഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കൂടെ കടന്നു വന്ന പാസ്റ്റർ ബിനോയ് പ്രിയ ദേവദാസിനെ ദൈവസഭയിലേക്ക് വളരെ സ്നേഹത്തോടെ ക്ഷണിച്ചു സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കഴിഞ്ഞ പകൽക്കാലം ദൈവാത്മാവ് വളരെ വ്യക്തമായി നമ്മോട് സംസാരിച്ചു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമായിരിക്കുമ്പോൾ അത് വിശ്വസിക്കുന്നവർക്ക്, അത് രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഒരുക്കിയിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തിയായി വ്യാപരിക്കുന്നു എന്ന വചനത്തിൽ നിന്ന് വളരെ ആഴമായി പരിശുദ്ധാത്മ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു. തുറന്നുള്ള സമയം നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുറന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട പാസ്റ്റർ ബേബി ജോൺസൺ പ്രിയ ദേവദാസിനെ വളരെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ കർത്താവ് ജീവിക്കുന്നതിനാൽ വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ രാത്രികാലവും ആകാശം മാറിയാലും ഭൂമി നീങ്ങിപ്പോയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമായി നിങ്ങളുടെ നടുവിൽ നിൽക്കുവാൻ സാധുവായ എന്നോട് സർവശക്തനായ ദൈവം കാണിച്ച മഹാകരുണയ്ക്ക് ഈ രാത്രി കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ളവനായി ദൈവപാദാന്തികയായിരിക്കുന്നു. ഈ സമൂഹത്തിന് ദൈവത്താൽ നിയോഗിതനാകുകയും അതിന് ചുമതല കൊടുക്കുകയും ചെയ്യുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവേശുവിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രി യോഗം ലീഡ് ചെയ്ത കർത്താവിൻ്റെ ദാസനും വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് ദൈവഭൃത്യന്മാരെ നിങ്ങൾക്ക് ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ കർത്താവ് ജീവിക്കുന്നതിനാൽ കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് നാമേ പറഞ്ഞാട്ടെ. രാവിലെ ചിന്തിച്ച വേദഭാഗത്തിൻ്റെ തുടർമാനമായ ചിന്തകളായിരുന്നു എൻ്റെ ആഗ്രഹമെങ്കിലും ഇന്ന് വൈകിട്ട് പരിശുദ്ധാത്മാവിനെ നിയോഗിച്ച മറ്റൊരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 7-ാമത് വേദഭാഗം, ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 16 വേഴ്സ് 7. എല്ലാ പ്രിയപ്പെട്ടവരും ബൈബിൾ എടുത്താട്ട് ബൈബിൾ കൊണ്ടുവന്ന് എല്ലാവർക്കും ബൈബിൾ എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 7-ാമത് വാക്യം ദയവായി വായിക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ഒരു നിമിഷം കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചാട്ട് ഇന്ന് രാത്രി നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യത്തിന് ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്. എங்களுக்குள்ளே வாசம் செய்யும் ஆவியானவரே, இந்நாளில் சத்தம் போல் நடத்தி செல்லும் ஐயா. எங்களுக்குள்ளே வாசம் செய்யும் ஆவியானவரே, இந்நாளில் சித்தம் போல் நடத்தி செல்லும் ஐயா. ஆவியானவரே, ஆவியானவரே, பரிசுத்த ஆவியானவரே, 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 பரிசுத்த ஆவியானவரே, 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 பரிசுத்த ஆவியானவரே. ചേർന്ന് പാടാം. ആവിയാനവരേ, ആവിയാനവരേ, പരിശുദ്ധ ആവിയാനവരേ. எப்படி நான் ஜெபிக்க வேண்டும், எதற்காக ஜெபிக்க வேண்டும், காற்றுத்தாரும் ஆவியானவரே. எப்படி நான் ஜெபிக்க வேண்டும், எதற்காக ஜெபிக்க வேண்டும், காற்றுத்தாரும் ஆவியானவரே. வேத வசனம் புரிந்து கொண்டு விளக்கங்களே அறிந்திட வெளிச்சம் தாரும் ஆவியானவரே. ஆவியானவரே, ஆவியானவரே,
പരിശുദ്ധ ആവിയാനവരേ, ആവിയാനവരേ, ചേർന്ന് പാടിയേ, ആവിയാനവരേ, പരിശുദ്ധ ആവിയാനവരേ. പ്രിയ കർത്താവേ, ഇന്ന് രാത്രിയിലും അവിടുത്തെ ജനത്തോട് അങ്ങ് സംസാരിക്കണമേ. അവിടുത്തെ നാവാക്കി അടിയങ്ങളെ നിർത്തണമേ. ദൈവപ്രവൃത്തിക്ക് വിരോധമായി നിൽക്കുന്ന സകല പ്രതികൂലങ്ങളുടെ മേലും യേശുവിൻ നാമത്തിൽ നിന്റെ ഭൃത്യന്മാരായി ഞങ്ങൾ ഒരുമിച്ച് ജയത്തെ വിളംബരം ചെയ്യുന്നു. ദൈവപ്രവൃത്തികൾക്ക് നന്ദി, ക്രിസ്തുവേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ രാത്രി ദൈവവചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം അതെത്രയോ അമൂല്യമാണ്, അതിശ്രേഷ്ഠമാണ്. സ്തോത്രം. ഇന്ന് രാത്രിയിലും കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ഇന്ന് രാത്രി കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 16 വേഴ്സ് 7 ആണ് നാം ഒരുമിച്ച് വായിച്ചത്. ആ വേദഭാഗം നാം ഒരുമിച്ച് വായിച്ചു കേട്ടുവല്ലോ. കർത്താവിൻ്റെ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിന് ഒത്തിരി സവിശേഷതകളുള്ള സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. What Jesus said, that's the gospel of Matthew and Luke. What Jesus did, that's the gospel of Mark. And what Jesus was, that's the gospel of John. ആമേൻ. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത, ആദ്യത്തെ സുവിശേഷം ഒന്നേ ഉള്ളൂ, സുവിശേഷ ഗ്രന്ഥങ്ങൾ 4. എല്ലാവരും ഒന്ന് പറഞ്ഞിട്ട്, സുവിശേഷം ഒന്നേ ഉള്ളൂ, സുവിശേഷ ഗ്രന്ഥങ്ങൾ 4. അതിൽ മാത്യു, മാർക്ക്, ലൂക്ക് എന്ന ആ 3 സുവിശേഷ ഗ്രന്ഥങ്ങളെ വേദപുസ്തകത്തിന്റെ പഠന സൗകര്യാർത്ഥവും അവരുടെ വീക്ഷണ പ്രകാരവും വിളിക്കുന്ന പേര് സിനാപ്റ്റിക് ഗോസ്പൽ എന്നാണ്. വ്യൂ ടുഗദർ എന്നാണ് അതിന്റെ അർത്ഥം. ഒരുമിച്ച് നോക്കിയ ഒരു സുവിശേഷം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ തന്നെ ആമേൻ, ഗോസ്പൽ, എവങ്കേലിയോൻ, ആ പദങ്ങളുടെ അർത്ഥങ്ങളിലേക്ക് ഞാൻ ഒത്തിരി പോകാൻ താല്പര്യപ്പെടുന്നില്ല. സാഡ് ന്യൂസ്, ഫേക്ക് ന്യൂസ്, ബാഡ് ന്യൂസ്, അതാണ് ലോകത്തിൽ കേൾക്കുന്ന ന്യൂസുകളെല്ലാം. ഒന്നി സാഡായിരിക്കും, അല്ലേ ബാഡായിരിക്കും, അല്ലേ ഫേക്ക് ആയിരിക്കും. പിന്നെ ആകപ്പാടെയുള്ളൊരു ഗുഡ് ന്യൂസ് ഉണ്ടെങ്കിൽ അത് സുവാർത്തയാണ്, സത്വാർത്തയാണ്, കർത്താവിന്റെ വചനമാണ്. ഒരുമിച്ച് ഒന്നാമേ പറഞ്ഞാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, വാട്ട് ജീസസ് സെഡ്, ദാറ്റ്സ് വൈ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ യേശുവിന്റെ പ്രഭാഷണങ്ങൾ എഴുതിയിരിക്കുന്നത് മാത്യു, ലൂക്ക് എന്ന ഈ സുവിശേഷ, ആമേൻ, അവരെഴുതിയ സുവിശേഷ, അവരാൽ എഴുതപ്പെട്ട സുവിശേഷ ഗ്രന്ഥത്തിലാണ്. വിശുദ്ധ മർക്കോസ് യേശുവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് പറയുകയാണ്, വാട്ട് ജീസസ് ഡിഡ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ മർക്കോസിന്റെ സുവിശേഷത്തിലുണ്ട്. അപ്പോൾ തന്നെ വാട്ട് ജീസസ് വാസ്, യേശു ആരായിരുന്നു. ഇനി മറ്റൊരു ചിന്ത, അബ്രഹാമിന്റെ പുത്രനായ, ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 1 വേഴ്സ് 1 അതാണ് ആരംഭിക്കുന്നത്. ആമേൻ. ലൂക്കോസ് ആരംഭിക്കുന്നത് യേശുവിൽ നിന്ന് തുടങ്ങി അങ്ങ് ആദം ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞ വംശാവലി പറയുകയാണ്. ആദമിലും ദൈവത്തിന്റെ പുത്രനായി, ദൈവത്തിന്റെ മകനായ ആദമിൽ ചെന്ന് നിൽക്കുകയാണ്. പക്ഷേ മർക്കോസ് ആകട്ടെ 30ാമത്തെ വയസ്സ് മുതലാണ് യേശുവിനെ പ്രസന്റ് ചെയ്യുന്നത്. എന്നാൽ ഗോസ്പൽ ഓഫ് ജോണിന്റെ പ്രത്യേകത, ആദിയിൽ വചനമുണ്ടായിരുന്നു. ഒരുമിച്ച് രാമേ പറഞ്ഞാട്ടെ. യേശു ആരായിരുന്നു എന്ന വലിയ വെളിപ്പാട് ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടെ ദൈവമക്കളോട് പറയുന്നു. അറിഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. അവിടുന്ന് ആരാണെന്ന് അറിയണം. അവിടുന്ന് ജീവനാണെന്നറിയണം. അവിടുന്ന് ജീവദായകനാണെന്ന് അറിയണം. അവിടുന്ന് ജീവന്റെ അപ്പമാണെന്ന് അറിയണം. അവിടുന്ന് വഴിയാണെന്ന് അറിയണം. അവിടുന്ന് വചനമാണെന്ന് അറിയണം. അവിടുന്ന് മൂലക്കല്ലാണെന്ന് അറിയണം. അവിടുന്ന് ഉത്തരവാദിയാണെന്ന് അറിയണം. അവിടുന്ന് ഉദയ നക്ഷത്രമാണെന്ന് അറിയണം. അവിടുന്ന് മശികയാണെന്ന് അറിയണം. അവിടുന്ന് അബ്രഹാമിന്റെ പുത്രനാണെന്ന് അറിയണം. അവിടുന്ന് ഒടുക്കത്തെ ആദാമാണെന്ന് അറിയണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി വെറുതെ ദൈവത്തെ ആരാധിക്കരുത്, അറിഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. യേശുവാരാണ് അങ്ങോട്ട് വർണ്ണിക്കാൻ പോയാൽ തീരത്തില്ല. കടലിലെ വെള്ളം മുഴുവൻ മഷിയായി എടുത്താലും, കാട്ടിലെ മരങ്ങൾ മുഴുവൻ തൂലികയായി മാറിയാലും, ആകാശം ഒരു പേപ്പറായി മാറിയാലും എഴുതി തീർക്കാൻ പറ്റില്ല എൻ്റെ യേശു ആരാണെന്ന്. ആമേ. അവർണ്ണനീയമാണ് അവിടുത്തെ സ്നേഹം, അതുല്യമാണ് അവിടുത്തെ സ്നേഹത്തിന്റെ പ്രദർശനം. അങ്ങനെ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു മുഖവുര പറഞ്ഞിട്ട് 16ാം അധ്യായത്തിലേക്ക് വരിക. 14, 15, 16 അധ്യായങ്ങൾ
കൂട്ടായ്മയുടെ പ്രത്യേകത യേശു കർത്താവ് തെരഞ്ഞെടുത്ത് തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുക. മക്കളെ, ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 16:7 ആണ് നമ്മുടെ ആപ്തവാക്യം കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് 14, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. കർത്താവ് ശിഷ്യന്മാരോട് കൃത്യമായിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. കാരണം യേശുവിന്റെ അവസാന വാക്കുകളാണ് ശിഷ്യന്മാരോട്. യേശു യോഹന്നാന്റെ സുവിശേഷത്തിന്റെ മറ്റൊരു പ്രത്യേകത, സമൂഹത്തോടുള്ള സംഭാഷണമല്ല കൂടുതലും രേഖപ്പെടുത്തിയിരിക്കുന്നത്, വ്യക്തികളോടുള്ള സംഭാഷണമാണ്. That's a speciality, another speciality. ശമര്യക്കാരി സ്ത്രീയോട്, നിക്കോദിമോസിനോട് ഒക്കെ കർത്താവ് വ്യക്തിഗതമായി സംസാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, കർത്താവ് പ്രവാചകനിലൂടെ മാത്രം എന്നോട് സംസാരിച്ച പോരാ, ഈ എന്നോട് വ്യക്തിഗതമായിട്ടൊന്ന് സംസാരിക്കണം. എത്ര പേര് ആഗ്രഹിക്കുന്നു, കർത്താവേ എനിക്കിന്ന് രാത്രി അവിടുത്തെ ശബ്ദം കേൾക്കണം, എന്നോടൊന്ന് ഇടപെടണമേ, എന്നോടൊന്ന് സംസാരിക്കണമേ, എൻ്റെ കാതുകളെ തുറക്കണമേ, എൻ്റെ കൈകൾ അങ്ങയൊന്ന് തൊടുന്നത് അറിയാൻ കൃപ തരണമേ. Open my eyes, O Lord. I want to see. എനിക്ക് അങ്ങയൊന്ന് കാണണം. Open, കർത്താവേ എനിക്ക് അങ്ങയൊന്ന് കാണണം. എൻ കണ്ണുകൾ തുറക്ക, നിൻ മുഖം കാണാൻ. എൻ്റെ കൈകളൊന്ന് നീട്ടി അങ്ങയൊന്ന് തൊടുവാൻ. എൻ്റെ കാതുകൾ തുറക്ക, അവിടുത്തെ ശബ്ദം ഒന്ന് കേൾക്കാൻ. സ്തോത്രം. ആരോരുമില്ലാത്ത വനാന്തരത്തിന്റെ അകത്തളങ്ങളിൽ ലഭിക്കുവാണെങ്കിൽ ആ പുസ്തകം ഒന്ന് വായിച്ചോണം. സാമുവൽ മോറിസ് അഥവാ ദൈവത്തിന്റെ പ്രിയൻ എന്ന ഒരു കുഞ്ഞു പുസ്തകമുണ്ട്. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ആരോരുമില്ലാതെ വനാന്തരത്തിൽ കിടന്ന ഒരു രാജാവിന്റെ മകനോട് കൊല്ലാൻ കൊണ്ടിട്ട് അടിച്ച് വിഷമുള്ളുകൊണ്ട് മയക്കി അവനെ കുഴികുഴിച്ച് അതിനകത്ത് നിർത്തി ഒരു തടിക്കഷ്ണം കൊണ്ട് തുറന്നു പിടിച്ച് അവൻ ഉറുമ്പിന്റെ കൂട്ടിൽ നിന്ന് അവന്റെ വാവരെ മധുരമിട്ടിട്ട് ആ ഉറുമ്പ് കൂട്ടത്തോടെ വന്നവനെ പച്ച ജീവനോടെ അവൻ കൊന്നു തിന്നുന്നത് കാണാൻ കാത്തിരുന്നവരുടെ നടുവിൽ 1000 കോടി സൂര്യനെ വെല്ലുന്ന ഒരു ശോഭ ആ വനാന്തരത്തിന്റെ അകത്ത് പ്രകടമാകാൻ തുടങ്ങി. സാമു എഴുന്നേൽക്കുക എന്നുള്ള ശബ്ദം അവൻ കേട്ടു. ആ മയങ്ങിയ അടികൊണ്ട് വിഷമുള്ളിന്റെ പ്രഹരമേറ്റ് ഏതാണ്ട് മയക്കത്തിലായിരുന്നവൻ ചാടി എഴുന്നേറ്റു. അവൻ നോക്കിയപ്പോ കുഴി വെട്ടാൻ തുടങ്ങിയവൻ കുഴിക്കകത്ത് കിടപ്പുണ്ട്. അടിച്ചവൻ മയങ്ങിക്കിടപ്പുണ്ട്. ഉറുമ്പിന് തീറ്റ കൊടുക്കാൻ ഇട്ടവനും മയങ്ങിക്കിടപ്പുണ്ട്. അവനോട് ഒറ്റ വാക്ക പറഞ്ഞേ, ഓടാൻ. വനാന്തരത്തിൽ കിടന്ന ബൈബിളിന്റെ ആദിയിൽ വചനമെന്നോ ആദിയിൽ ആകാശവും ഭൂമിയെന്നോ വേദപുസ്തകം പോലും ചെന്നിട്ടില്ലാത്ത വനാന്തരത്തിൽ കിടന്നയാളെ ഇംഗ്ലണ്ടിലെ സതാംപ്ടണിൽ കൊണ്ടുവന്ന് ദൈവശാസ്ത്രത്തിന്റെ അടുക്കൽ ഒരു അവൻ ഭക്തന്റെ അടുക്കൽ വന്ന് ആ രാജ്യത്തേക്ക് 100 കണക്കിന് മിഷണറിമാരെ കൊണ്ടെത്തിക്കേണ്ടതിന് ഒരു കറുത്ത മുത്തിനെ ഉപയോഗിച്ച ചരിത്രം ദൈവത്തിന്റെ സഭയ്ക്കുണ്ടെങ്കിൽ അടകാര ശംഭരാജലാദിയ കുഞ്ഞെ, ഇന്ന് രാത്രി എനിക്ക് ആത്മനിയോഗമുള്ളത് പിതാവേ, ഇന്ന് രാത്രി ആത്മനിയോഗമുള്ളത് നമ്മുടെ പ്രാർത്ഥനാ മുറികളിൽ യേശുവിന്റെ ശബ്ദം കേൾക്കാൻ. സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ, ചലിക്കുന്ന വാഹനങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന ഓഫീസിൽ, നിങ്ങളായിരിക്കുന്ന അടുക്കളയിൽ, എവിടെയുമാകട്ടെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവനായി മാറാൻ. എനിക്ക് ദൈവാത്മാവിനെ കുറിച്ച് ചിന്ത നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് കൊണ്ട് ആ വിഷയത്തിലേക്ക് വേണം. അപ്പൊ 14, 15, 16, 14 കർത്താവ് അവരെ ആശ്വസിപ്പിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവിന്റെ ഭവനത്തിലുള്ള വാസസ്ഥലങ്ങളുടെ മനോഹാരിത പറയുന്നു. അവിടെ ഞാൻ പോകുമെന്നും അവിടെ നിങ്ങളെ കൊണ്ടുപോകുമെന്നും അവൻ വേട്ടമല ഫിലിപ്പോസ് ഉപദേശി എന്ന ദൈവവൃത്യൻ ആത്മാവിൽ പാടിയതുപോലെ, നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയാൽ എൻ ഇരുൾ നിറം മാറിയിടുമേ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ച കൂടവേ ഇരുത്തുന്ന രാജാവ് വരുന്നതിനൊരാമേ പറഞ്ഞാട്ടെ. നമ്മൾ ഒരു ദിവസം ഒരുമിച്ച് പ്രാണപ്രിയന്റെ കൂടെ ഇരിക്കും കേട്ടോ. നാളെ കർത്തൃമേശയുണ്ട്. ആ മേശ നമ്മളോട് പറയുന്ന 2 വാക്ക. ഒന്ന്, മുൻപിലേക്ക് നോക്കിയാൽ കർത്താവിന്റെ വരവും പിറകോട്ട് നോക്കിയാൽ ക്രൂശുമരണവും വെളിപ്പെടുത്തുന്ന ദൈവസഭയുടെ കാർമ്മിക ശുശ്രൂഷയാണ് കർത്താവിന്റെ മേശ. അങ്ങനെ ഒന്ന് പറഞ്ഞ് ഞാൻ ആ വാക്കിനും ഒന്ന് കുത്തിട്ടുകൊള്ളട്ടെ. നമ്മുടെ കർത്താവ് വരാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. എനിക്ക് വേഗത്തിലെടുത്തു വരണം. അപ്പൊ 14, 15 ബന്ധങ്ങൾ പറയുകയാ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എന്റെ പിതാവ് തോട്ടക്കാരനാണ്. റിലേഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ശ്രദ്ധിച്ച്, നമ്മുടെ ഈ തലയും ശരീരവും തമ്മിലുള്ള ബന്ധം പോലെ കർത്താവിൽ വസിക്കാൻ, കർത്താവിന്റെ വചനത്തിൽ വസിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുകയാ. എന്റെ യേശു പറഞ്ഞു, ഇത് ബന്ധങ്ങളുടെ സ്ഥലമാണ്. ബന്ധനം അഴിയാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, കർത്താവായിട്ടുള്ള ബന്ധം ഒന്ന് ക്ലിയർ ആയാൽ.
ഏതു ബന്ധനവും അഴിയും. ഒരുമിച്ച് രാമൻ പറഞ്ഞാട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ. ഹൃദയത്തിൽ നിന്ന് സ്പന്ദിക്കുന്ന രക്തം ശരീരത്തിന്റെ എല്ലാ കോശങ്ങളിലും ഈ ശ്വസിക്കുന്ന ഓക്സിജനെ റെഡ് സെൽസ് റിസീവ് ചെയ്തിട്ട് എല്ലാ കോശങ്ങളിലും കൊണ്ടെത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ശരീരത്തിൽ ചൂടുള്ളത്. രാമൻ പറഞ്ഞു. നമ്മുടെ രക്തം നമ്മുടെ എല്ലാ കോശങ്ങളും ഒഴുകിയെത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൂടെ ഒന്ന് ചിന്തിക്കാം. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം ഇവിടെ ഇരിക്കുന്ന സകല ആളുകളുടെ മേലും, സഭയാകുന്ന ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളുടെ മേലും, കുഞ്ഞുങ്ങൾ എന്ന വ്യത്യാസമില്ലാതെ, പ്രായമുള്ളവരെന്ന വ്യത്യാസമില്ലാതെ, അടകാരകന്ധന സ്ഥാനമാനങ്ങളുടെ വ്യത്യാസമില്ലാതെ ഇന്ന് രാത്രിയ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയോടെ ദൈവസഭയ്ക്കകത്ത് ചലിക്കുന്ന രാത്രിയാണ്. ആത്മാവിൽ ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അതിനെ തടുക്കുന്നവർ ദൈവസഭയ്ക്കകത്ത് വേണ്ട, അതിനെ മുടക്കുന്നവർ ദൈവസഭയ്ക്കകത്ത് വേണ്ട, അതിനെതിരെ നിൽക്കുന്നവർ ദൈവസഭയ്ക്കകത്ത് വേണ്ട. യേശുവിന്റെ രക്തം സുഗമമായി ഒഴുകുന്ന സ്ഥലമായിരിക്കണം ദൈവസഭ. യേശുവിന്റെ വചനം അതിശക്തിയോടെ പ്രകടനമായി വെളിപ്പെടുന്ന സ്ഥലമാകണം ദൈവസഭ. ബന്ധങ്ങളുടെ ചരിത്രം പറഞ്ഞ 16-ാം അധ്യായം കർത്താവ് പോകുക എന്നുള്ള കാര്യം കൃത്യതയോടെ പറയാം. എന്നിട്ട് പറയുന്നത് ഒരു പകരക്കാരനെ തരുകയാ. പകരക്കാരനെ. അപ്പന് പകരം നിൽക്കാൻ ഒരാളില്ല കേട്ടോ, എല്ലാരും ശ്രദ്ധിക്കണേ. അപ്പന് പകരം നിൽക്കാൻ ഒരാളില്ല. അമ്മയ്ക്ക് പകരം വെക്കാൻ വേറൊരാള് ഇല്ല. യങ്സ്റ്റേഴ്സിന്റെ ഒക്കെ മീറ്റിംഗിൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. ആമേൻ. 22 അസ്ഥി ഒടിയുന്ന വേദനയാണ് ഒരു നോർമൽ ഡെലിവറിക്ക് ഒരു സ്ത്രീ സഹിക്കുന്ന വേദന. ആമേൻ. ഇനി സിസേറിയൻ ആണെങ്കിൽ 1, 2, 3, 4, 5, 6, 7 എന്ന ചീന്തൽ വരുമ്പോഴാണ് ആ ഡോക്ടറുടെ കൈ ആ കുഞ്ഞിന്റെ അരികിൽ എത്തിച്ചേരുന്നത്. ഓർക്കണം അമ്മ സഹിച്ച വേദന. ആമേൻ. അപ്പോൾ തന്നെ ഓർക്കും അപ്പൻ എന്നാ സഹിച്ചെന്ന്. അതിന്റെ മുന്നിൽ നിന്ന് ആമേൻ സഹിച്ച മനസ്സിന്റെ വേദന അതെത്രയോ വലുതാണ്. നെഞ്ചിലെ ചൂട് കൊടുത്തു വളർത്തിയ അപ്പനെ മറക്കരുത്. താരാട്ടു പാടി ഉറക്കിയ അമ്മയ്ക്ക് വേദനയായി മാറുകയും ചെയ്യരുത്. ദൈവത്തിനും ദൈവസഭയ്ക്കും അഭിമാനമായി തലമുറകൾ മാറട്ടെ. അതിനെത്ര പേരൊന്ന് സ്തോത്രം ചെയ്യാൻ തയ്യാറ്? 16-ാം അധ്യായം ആരംഭിക്കുന്ന പകരക്കാരനെ പറയുകയാണ്. ആരാണ് ആ പകരക്കാരൻ? അടുത്ത പേരാണ് പരിശുദ്ധാത്മാവ്. ഹോളി സ്പിരിറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. റൂഹ എന്നാണ് എബ്രായ പദം. RUH എന്ന് എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാം. RUH റൂഹ. ആ വാക്കിന്റെ അർത്ഥം അങ്ങനെയാണ്. PNEUMA ന്യൂമ എന്നാണ് വിളിക്കുന്നത്. P സൈലന്റ് ആണ്. ന്യൂമ. ഇനി ദൈവശാസ്ത്രപരമായി പരിശുദ്ധാത്മ ശാസ്ത്രത്തിന് വിളിക്കുന്ന പേര് ന്യൂമറ്റോളജി എന്നാണ്. ന്യൂമറ്റോളജി ആ വിഭാഗം അതാണ്. ഇനി ശ്രദ്ധിക്കൂ, എന്താ ന്യൂമ എന്ന വാക്കിന്റെ അർത്ഥം? എല്ലാവരും ഒന്ന് പറഞ്ഞിട്ട് എന്താ ന്യൂമ? എല്ലാവരും ഒരുമിച്ചൊന്ന് പറഞ്ഞേ ന്യൂമ. മറ്റൊരു വാക്ക് പറഞ്ഞ റൂഹ. എല്ലാവരും ഒരുമിച്ചൊന്ന് പറഞ്ഞേ റൂഹ. വാട്ട് ഇറ്റ് മീൻ? അതിന് 3 അർത്ഥമാണ്. കാറ്റ്, ജീവൻ, ആത്മാവ്. ഒരുമിച്ചൊന്ന് പറഞ്ഞാട്ട് കാറ്റ്, ജീവൻ, ആത്മാവ്. ഒരിക്കൽ കൂടെ പറഞ്ഞേ കാറ്റ്, ജീവൻ, ആത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകതകൾ ഒന്ന് കാറ്റാണെങ്കിൽ ഇന്ന് രാത്രി ഒരു ദൂത് പറഞ്ഞു തുടങ്ങുന്നു. ഹല്ലേലൂയ. കാറ്റിനെ തടയാൻ ഉലകത്തിൽ ആർക്കും കഴിയത്തില്ല. കാറ്റിനെ തടയാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ എഴുതുകയാണ്, പരിശുദ്ധാത്മാവിനെ തടയാനും. ഒരുമിച്ച് രാമൻ പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവിനെ തടയാൻ ആർക്കും കഴിയത്തില്ല. ഉറപ്പോടൊന്ന് വിശ്വസിക്കുക. ആര്, എവിടെ, എങ്ങനെ, ഏതെല്ലാം രീതിയിൽ നിന്നെ ഒതുക്കാൻ വെല്ലുവിളിച്ചാലും ഇന്ന് രാത്രി ദൈവകൃപയുടെ കാറ്റ് വീശിയാൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ കാറ്റടിച്ചാൽ, ആ റാംധന ശകലഘടകധന അസ്ഥി താഴ്വരകളെ ഒരു സൈന്യമാക്കി മാറ്റുന്ന ജീവന്റെ കാറ്റ് അതൊന്ന് വീശിയാൽ, വടതിക്കാറ്റ് വരിക, തെന്നിക്കാറ്റ് വീശുക. ആമേൻ. ആമേൻ. സഭയാവുന്ന തോട്ടത്തിൽ പ്രിയന് ഭുജിക്കേണ്ടതിന്, വിശിഷ്ടമായ ഫലമുണ്ടാകേണ്ടതിന്, സൗരഭ്യം പരത്തുന്ന ആ ദൈവകൃപയുടെ കാറ്റ് ഇന്ന് രാത്രി ആമേൻ ദൈവസഭയ്ക്കകത്തൊന്ന് വീശട്ടെ.
ഹല്ലേലൂയ. ഒരു പഴയ പാട്ടുണ്ട് കേട്ടോ, കൊടിയ കാറ്റടിക്കണമേ ആത്മ മന്ദമാരുതനെ ദാസർ മധ്യത്തിൽ. അതിനകത്തൊരു ചരണം ഇങ്ങനെ കേട്ടോ, ഹല്ലേലൂയ. ഏറ്റം ബലമുള്ള വൻമരമാകിലും ഊറ്റം പെരുങ്കാറ്റായി അടിക്കണമേ ഇപ്പോൾ. ആമേൻ. തായ് തടി ചില്ലിക്കൊമ്പകിലവും ആടി ഉലഞ്ഞ് ഒന്നുല്ലസിക്കാൻ എന്ന് പറഞ്ഞ പഴക്കമുള്ള തായ്തടിയാണെങ്കിലും ഇച്ചിരിയുള്ള തളിരാണെങ്കിലും ഈ ദൈവകൃപയുടെ കാറ്റിനകത്തൊന്നുലയണം. സ്വതന്ത്രം പറഞ്ഞാട്ടെ. കരണ്ടടിച്ചിരിക്കുന്നവർ സഭ വേണ്ട, ഒരാമയം പറ. സഭ മോർച്ചറിയല്ല, അവരാമേ പറഞ്ഞാട്ടെ. സഭ മോർച്ചറിയല്ല. ആമേ. ഇങ്ങനെ പറയാം. ആമേൻ. കൈ വിറയ്ക്കുന്ന അസുഖമുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ബ്രെയിനുമായി കണക്റ്റഡ് ആണ് ആ രോഗം. ഇനി ബ്രെയിനുമായി കണക്റ്റഡ് ആയ കുറെ രോഗങ്ങളുടെ ലിസ്റ്റ് ഒരിക്കൽ ഒരു ന്യൂറോളജിസ്റ്റുമായി സംസാരിക്കുമ്പോൾ ഒരു ലിസ്റ്റ് അദ്ദേഹം തന്നു. എന്നിട്ട് പറഞ്ഞു, ഇടയ്ക്കൊന്ന് പറഞ്ഞ് ജനമൊന്ന് പേടിച്ചെങ്കിലും സ്വോത്രം പറയട്ടെ. ഹല്ലേലൂയ. മറവി രോഗം വന്ന തീർന്നിടപാട്. സ്വന്തം മകനെയും മകളെയും അറിയില്ല. പാലിനകത്ത് നാരങ്ങ പിഴിഞ്ഞ് ആമേൻ കൊച്ചിന് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു കുടിക്കടി. നാം പറഞ്ഞു, അമ്മേ ആരാ അമ്മ? അന്നേരം മനസ്സിലായി പ്രശ്നം മൊത്തത്തിൽ പോയെന്ന്. ഞാൻ ഇങ്ങനെ പറയാം, എന്തും വേണ്ടി സമ്മർദ്ദം നമ്മൾ സഹിച്ചെന്നറിയാമോ? എന്തും വേണ്ടി സങ്കടം നമ്മൾ സഹിച്ചു. എന്നിട്ടും ഈ ഓർഡർ പോകാതെ ദൈവം കാത്തതിനൊരാമേ പറ. ഇത് കഴിവൊന്നുമല്ല കേട്ടോ, ഇത് കഴിവല്ല, ദൈവത്തിന്റെ കൃപയാ. ആ താളം തെറ്റാതെ, നിന്റെ മനസ്സിന്റെ താളം തെറ്റാതെ, നിന്റെ ശരീരത്തിന്റെ താളം തെറ്റാതെ, ഹൃദയത്തിന്റെ താളം തെറ്റാതെ, അവയവങ്ങൾക്ക് കേടുകൂടാതെ ഇന്ന് രാത്രി ദൈവം കൊണ്ടുവന്നെങ്കിൽ ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, ഇത് ദൈവകൃപയുടെ കാറ്റടിക്കുന്ന സ്ഥലമാണ്. ശബനോ റിഗലോ റിബന്ധരോ ജലഘടക. അതിനെതിരെ നിൽക്കരുത്, അതിനെതിരെ സംസാരിക്കരുത്, അതിനെതിരെ വിരൽ ചൂണ്ടരുത്. ഒരുമിച്ച് രാമേ പറഞ്ഞാട്ടെ. ഈ കാറ്റിനെതിരെ നിന്നവരാരും നേരെ നിന്നിട്ടില്ല. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, കാറ്റ് പോയിട്ടേ ഉള്ളെന്ന്. പക്ഷെ ഈ കാറ്റിന് തലതാഴ്ത്തി കൊടുത്തിരിക്കുന്നവരൊക്കെ അശക്തരായിരുന്നെങ്കിലും കാറ്റടിച്ചു കഴിഞ്ഞപ്പോൾ അവർ ശക്തരായി. ആമേൻ. ഈ കാറ്റിനൊന്ന് തലതാഴ്ത്തി കൊടുത്തപ്പോ അവർ ബലഹീനരാണെങ്കിലും ഈ കാറ്റൊന്നടിച്ചു കഴിഞ്ഞപ്പോ അവർ ബലമുള്ളവരായി മാറി. ആമേൻ. അവർ കുറവുകൾ ഉള്ളവരായിരുന്നെങ്കിലും ഈ കാറ്റടിക്കേണ്ടതിനൊന്ന് തലതാഴ്ത്തി കൊടുത്തപ്പോ അജ്ഞാനിയെ ജ്ഞാനിയാക്കി മാറ്റുന്ന, അവിവേകിയായിരുന്നവനെ വിവേകിയാക്കി മാറ്റുന്ന, പരിജ്ഞാനിയായി മാറ്റുന്ന ദൈവകൃപയുടെ സ്പർശനത്തിന് ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. കാറ്റാണ്, രണ്ട് ജീവനാ. പരിശുദ്ധാത്മാവ് എവിടെ ഇറങ്ങിയിട്ടുണ്ടോ അവിടെ എന്തുണ്ടായിട്ടുണ്ട്? പച്ച മണ്ണിനകത്തേക്ക് ഈ ജീവന്റെ ശ്വാസം ഊതിയ സമയം പച്ചമണ്ണ് മനുഷ്യനായി മാറിയതിനൊരാമയം പറഞ്ഞാട്ടെ. അച്ഛ, മണ്ണ് കുഴച്ചാൽ അതിനൊരു കളറുണ്ട്. ചെളിയുടെ കളർ വേറെ കളറാണ്. പക്ഷേ തമ്പുരാന്റെ ശ്വാസം ഈ മണ്ണിനകത്തോട്ട് വന്നപ്പോ ചുമന്ന ചോര വന്നതിനൊരാമയം പറയണം. HB ആണ് ഈ രക്തത്തിന് കളർ കൊടുക്കുന്നെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ കളർ കൊടുക്കുന്നതിന് കാരണമായത് ആ ജീവന്റെ ശ്വാസമാകയാൽ ഒരാമയം പറഞ്ഞാട്ടെ. ഈ കോവിഡിന് ശേഷം ജീവിച്ചിരിക്കുന്നവർ കോവിഡിന് മുൻപുള്ളവരെക്കാൾ കൂടുതൽ ദൈവത്തെ ആരാധിച്ചേ പറ്റത്തുള്ളൂ. അവരാമയം പറഞ്ഞാട്ടെ. പച്ചമലയാളത്തിൽ പറഞ്ഞ നഗരസഭയുടെ മരണ ലിസ്റ്റിനകത്ത് പേര് വരാതെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാതെ ഇന്ന് രാത്രി ജീവനോടെ ഇരിക്കാൻ ദൈവം മഹാകരുണ കാണിച്ചെങ്കിൽ മസിൽ പിടിക്കാതെ സ്തോത്രം പറഞ്ഞേ പറ്റത്തുള്ളൂ. നന്നായി ദൈവത്തെ ആരാധിച്ചേ പറ്റൂ. മഹാദൈവത്തിന്റെ ദയയാണ് ഇന്ന് രാത്രി നാം ജീവനോടിരിക്കുന്നത്, ബലത്തോടെ ഇരിക്കുന്നത്. നമ്മുടെ കഴിവല്ല, മിടുക്കല്ല, ധനമല്ല, ആമേൻ, കുടുംബത്തിന്റെ ശ്രേഷ്ഠതകളല്ല, മാന്യതകളല്ല, മഹത്വത്തിന്റെ കരം നമ്മെ പൊതിഞ്ഞതിന്
കാറ്റ്, ജീവൻ, ആത്മാവ്. ദൈവാത്മാവ് എവിടെ ചലിച്ചിട്ടുണ്ടോ? ഈ ആത്മാവ് എന്ന പേര് പറയുമ്പോൾ തന്നെ ദൈവാത്മാവിന് കുറെ പേരുണ്ട്. ഒന്ന് കൃപയുടെ ആത്മാവ്, എല്ലാവരും ഒന്ന് പറഞ്ഞാട്ട്, കൃപയുടെ ആത്മാവ്. മറ്റൊന്ന് ജീവന്റെ ആത്മാവ്, മറ്റൊന്ന് മഹത്വത്തിന്റെ ആത്മാവ്, മറ്റൊന്ന് എബ്രായ ലേഖനം പറയുന്നത് നിത്യാത്മാവിനാൽ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഒരു പേരെന്താണ്? നിത്യാത്മാവ്. ആമേൻ. എഫേസ്യ ലേഖനം പറയും ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ്. തീർന്നില്ല, സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മാവ്. ഒരാമേൻ പറഞ്ഞാട്ടോ. കലഹം ഉണ്ടാക്കരുത്, കലഹത്തിന് കാരണക്കാരാകുകയും ചെയ്യരുത്, പക പറയരുത്, പരദൂഷണവും പറയരുത്. കാരണം പ്രാപിച്ച ദൈവകൃപ പരിജ്ഞാനത്തിൻ്റെതാ. ഒരുമിച്ച് നാമേൻ പറയാമോ? ഹല്ലേലൂയ. നാക്കും വാക്കും സൂക്ഷിച്ചോണം, കാരണം പ്രാപിച്ച ദൈവകൃപ സുബോധത്തിൻ്റെതാ. ഹല്ലേലൂയ. ജ്ഞാനത്തോടെ ഉപ്പിനാൽ രുചിയോടുകൂടെ സംസാരിക്കാൻ നമുക്ക് തരുന്ന നിയോഗം അത് ഈ ദൈവാത്മാവിന്റെ സവിശേഷതയാണ്. ഇന്ന് രാവിലെ പറഞ്ഞ പോലെ മത്സ്യത്തെ പിടിച്ചവനെ മനുഷ്യനെ പിടിക്കുന്നവനാക്കുന്ന വലിയ ചേഞ്ചസ് നടത്താൻ ദൈവത്തിന്റെ ആത്മാവിനെ കഴിയത്തുള്ളൂ. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ആമേൻ പറഞ്ഞാട്ടെ. ഈ ദൈവത്തിന്റെ ആത്മാവിനെ പരിചയപ്പെടുത്തുകയാണ്. 12 മുതൽ ആമേൻ ഏതാണ്ട് 7 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങളിൽ 15 വരെയുള്ള വേദഭാഗങ്ങളിൽ 12 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പേരുണ്ട്. ഐക്കേനിയസ് എന്ന റൂട്ട് ലാംഗ്വേജ് ആണ് അതിന് കൊടുത്തിരിക്കുന്നത്. അത് എൻ്റെ അർത്ഥം ഹി എന്ന പദമാണ്. അവൻ 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 എന്ന പദം അവിടെ കൊടുത്തിരിക്കുക. അത് നമ്മളോട് പറയുന്ന ഒരു വെളിപ്പാട് ഇങ്ങനെയാണ്: Holy Spirit is not a power, but he is a person. പരിശുദ്ധാത്മാവ് എന്താണ് എന്തല്ല. പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാകയാൽ ആത്മാവിൽ ഒരു ആമേൻ പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവ് ആരാണ്? വ്യക്തിയാണ്. മോന്റെ പേരൊന്ന് പറഞ്ഞേ. ആഷിൻ. റൈറ്റ്, കറക്റ്റ് ആണ്. ആഷേർ എന്നാണോ? ആഷിൻ ചെയ്യുന്നാണ്. ആഷിൻ. താങ്ക് യു ആഷിൻ. ആഷിന്റെ പക്കൽ 2000 രൂപയുണ്ട്. ഇവിടെ അടുത്ത റിലയൻസിന്റെ സൂപ്പർ മാർക്കറ്റിൽ ആഷിൻ ഈ 2000 രൂപയായിട്ട് കയറി. അവന് കണ്ടപ്പോൾ ലേസിന്റെ 10 പാക്കറ്റ് മേടിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. പിന്നെ ചോക്ലേറ്റ് അത് വേറെ, പിന്നെ ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളില്ലേ അത് മൊത്തം അങ്ങ് മേടിച്ചു, എല്ലാം അങ്ങ് തീർത്തു. സാധനം പപ്പ എടുത്ത് പറഞ്ഞു. അപ്പം വന്നപ്പോ ദേ ഒരു ലൈസിന്റെ 10 പാക്കറ്റ്, ചോക്ലേറ്റ് ഒരു ലോഡ്, അത് ഞാനങ്ങ് മേടിച്ചു. ഇനി സെയിം ടൈമിൽ ആഷിന്റെ കൂടെ ആഷിന്റെ പപ്പയും കൂടെ ആ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആഷിൻ എങ്ങനെയായിരിക്കും ഡീൽ ചെയ്യുന്നത്? ഈ ലേസിന്റെ പാക്കറ്റ് കാണുമ്പോഴേ പറയും ജങ്ക് ഫുഡ് ഹെൽത്തി അല്ലല്ലേ, ചോക്ലേറ്റ് ഒത്തിരി കഴിക്കുന്നത് ശരിയല്ല അല്ലേ. അപ്പോൾ ഒരു ചെറിയ ഒരെണ്ണം ഞാൻ മേടിച്ചുള്ളൂ, എൻ്റെ ഈ 2000 രൂപയുണ്ട്. എന്നിട്ട് കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് ബാക്കി അപ്പൻ്റെ കൊടുത്തിട്ട് പറയാം നാളെ പച്ചക്കറി മേടിക്കണ്ടേ, സ്കൂളിൽ പോകണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുക. അപ്പൻ അവനെ അക്കൗണ്ടന്റ് ആക്കിയാൽ കൊള്ളാൻ തോന്നുന്നു. കാരണം എന്നാണെന്നറിയാമോ? അപ്പൻ കൂടെ ഉള്ളപ്പോൾ ആള് ഭയങ്കര ഡീസന്റാ. ഇനി ആഷിന്റെ കൂട്ടുകാരൻ ആ സെയിം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അപ്പനെ കാണാതെ എന്നാലും അവൻ പറയും അപ്പൻ 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 പിന്നെ നാളെ. കാരണം എന്താ? അപ്പം കൂടെയുണ്ട്. ഒരു കുഞ്ഞിന് അപ്പം കൂടെയുണ്ട്. ഇത്ര ആദരവുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ പോലെ കൂടെ നിന്ന് നിങ്ങൾ എത്ര പേര് രാമേ പറയാൻ തയ്യാറാണ്? അവനെ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും പാട്ടിന്റെ അവസാനം ഇറങ്ങി വരുന്ന ആളല്ല പരിശുദ്ധാത്മാവ്. ഒരാമേൻ പറഞ്ഞാട്ട്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് മാത്രം വിസിറ്റിങ്ങിന് വരുന്ന ആളല്ല പരിശുദ്ധാത്മാവ്. പഴയ നിയമത്തിൽ വിശുദ്ധന്മാരെ ദൈവിക ദൗത്യത്തിന് വേണ്ടി ആത്മാവ് വന്നു, അവരെ ഉപയോഗിച്ച് അനന്തരം ആത്മശക്തി എടുക്കപ്പെടുമായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ ദേഹമെന്ന തിരശ്ശീല നമുക്ക് വേണ്ടി ചീന്തി തന്നിട്ട് ആ വാഗ്ദത്തം മാളിക മുറിയിൽ ദൈവസഭയ്ക്ക് കൊടുക്കുമ്പോ സഭയുടെ നടത്തിപ്പുകാരനായി, സഭയുടെ കാര്യസ്ഥനായി ദൈവാത്മാവ് കാഹളനാദം കേൾക്കുന്ന നാൾ വരെ സഭയുടെ കാര്യസ്ഥനായി സഭയോടൊപ്പം ഉള്ളതിനൊന്ന് സ്തോത്രം പറയണം.
അപ്പൊ അഭിഷേകം പ്രാപിച്ച ആള് തമ്പാനൂര് നിന്നാലും ഓർത്തോണം തമ്പുരാൻ കൂടുണ്ടെന്ന്. ഒരുമിച്ച് രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. പാലോട് നിന്നാലും പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെന്നുള്ള ചിന്ത എന്ത് വേണം? ഉള്ളിൽ വേണമെന്ന് അതിന്റെ അർത്ഥം. ആമേൻ. കോളേജിൽ പോയാലും അല്ല ആമേൻ സ്കൂളിൽ പോയാലും മക്കളെ എവിടെയായാലും അച്ഛാ ഓഫീസിലാണെങ്കിലും ഇന്ന് രാവിലെ ഞാൻ ഇന്ന് രാത്രി നിയോഗത്തോടെ പറയുന്നു, വിട്ടുപിരിയാത്ത ഒരു ബന്ധം ദൈവാത്മാവുമായി സ്ഥാപിക്കുന്നത് റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 9 പറയുമ്പോഴാ യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. When you accepted Jesus Christ as your personal Savior and the Lord, the same time your body turned to the temple of the Holy God. ഒരുമിച്ച് രാമേ പറയാമോ? നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമായി മാറുകയാ. മാത്രമല്ല ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ വസിക്കുന്നതിന് ആമേൻ പറയണം. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതങ്ങൾ ഒന്ന് ദൈവം മനുഷ്യനായതാ. രാമേൻ പറ. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം ഏതാണ്? ദൈവം മനുഷ്യനായ. രണ്ടാമത്തെ അത്ഭുതം പൊളിഞ്ഞു പോകുന്ന ഈ മൺപാത്രത്തെ ദൈവം വസിക്കാൻ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. രാമേൻ പറഞ്ഞേ. ദൈവത്തിന് നമ്മെ തെരഞ്ഞെടുക്കത്തിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ തേജസ് പുരോഹിതന്മാർക്ക് നിൽക്കാൻ കഴിയാതെ വണ്ണം, മോശയ്ക്കകത്ത് കടക്കാൻ കഴിയാതെ വണ്ണം ഇരുന്ന ദൈവത്തിന്റെ തേജസ് ഇന്ന് രാത്രി അന്യഭാഷയിൽ ആരാധിക്കുന്ന ഈ മൺപാത്രത്തിനകത്ത് പകരാൻ ദൈവത്തിന് തിരുവുള്ളം തോന്നിയതിനാൽ ഇന്ന് രാത്രി ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അടകാര ശന്തര ജാലാര. ക്രിസ്തീയ ജീവിതത്തെ വില കുറച്ച് കാണരുത്. ആത്മ നിറവുള്ള ജീവിതത്തെ വില കുറച്ച് കാണരുത്. അടകാര ശന്തര ജാലകരഘടകന അടക അതിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം പറയണം. Glory be to God. ഉദയാര ശന്തര ധാരഘടകന റിഗംഭരാദിയ. ആമേൻ. ആരാണ് പരിശുദ്ധാത്മാവ്? ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ. ആ ഒരു ചിന്ത. പിതാവ് സർവശക്തൻ, പുത്രൻ സർവശക്തൻ, പരിശുദ്ധാത്മാവും സർവശക്തൻ. പിതാവ് സർവജ്ഞാനി, പുത്രൻ സർവജ്ഞാനി, പരിശുദ്ധാത്മാവും സർവജ്ഞാനി. ആമേൻ. പിതാവ് സർവവ്യാപി, പുത്രൻ സർവവ്യാപി, പരിശുദ്ധാത്മാവും സർവവ്യാപി. ആമേൻ. പിതാവ് നിത്യൻ, പുത്രൻ നിത്യൻ, പരിശുദ്ധാത്മാവും. ഒരുമിച്ച് രാമൻ പറഞ്ഞാട്ടെ. ഈ കൺസെപ്റ്റ് അകത്തേക്ക് വന്നാൽ കേവലം രണ്ട് അന്യഭാഷകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ശക്തി മാത്രമല്ല പരിശുദ്ധാത്മാവ്. നീ നീറുമ്പോഴും നീ വേദനിക്കുമ്പോഴും താങ്ങായി നിന്റെ കൂടെ നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിന് രാമൻ പറയണം. അതിന്റെ ഒന്നാമത്തെ ചിന്തയിലേക്ക് നമ്മൾ വരിക. ആരാണ് പരിശുദ്ധാത്മാവ്? അറിഞ്ഞിരിക്കണം. ഒന്ന്, പാരക്ലീറ്റ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. പാരക്ലീറ്റസ് എന്ന പദം, പാരക്ലീറ്റ, ആ പദത്തിന്റെ അർത്ഥം കംഫർട്ട് എന്നാണ്. അതിന്റെ അർത്ഥം ആശ്വാസപ്രദൻ എന്നാണ്. പരിശുദ്ധാത്മാവിന് അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പേരെന്താണ്? തുറന്നെല്ലാവരും ഒരുമിച്ചൊന്ന് പറഞ്ഞേ. ആശ്വാസപ്രദൻ. ധൈര്യത്തോടൊന്ന് പറഞ്ഞാട്ടെ. ആശ്വാസപ്രദൻ. ചൂടേറിയ മരുഭൂപ്രയാണത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വീർപ്പുമുട്ടിച്ച് നമ്മെ വല്ലാതെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ അപ്പന് മനസ്സിലാക്കാൻ കഴിയാതെ വന്നേക്കാം. അമ്മയ്ക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടായി എന്ന് വന്നേക്കാം. ഒരമ്മയുടെ ഉദരത്തിൽ അവൻ പിറന്നു വീണ സഹോദരനോ സഹോദരിക്കോ തിരിച്ചറിയാൻ കഴിയാതെ വന്നു ആമേൻ ആമേൻ എന്ന് വന്നേക്കാം. ആമേൻ. അവർ നിങ്ങളെ മനസ്സിലാക്കിയില്ലെന്ന് വന്നേക്കാം. എത്ര ആളുകൾ കഴിഞ്ഞ 31-32 വർഷങ്ങളായി ശുശ്രൂഷയിൽ ആത്മഹത്യയുടെ മുനമ്പിൽ നിന്നവർ വിളിച്ചിട്ട് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് ദൈവം അവരെ വിടുവിക്കുന്ന കണ്ടിട്ടുണ്ട്. ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. മനസ്സ് തകർന്നവർ, ജീവിതം വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ പരസ്യ കവലകളിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുന്നത് കാണാൻ കൃപയാൽ കർത്താവ് അവസരത്തെ തന്നിട്ടുണ്ട്. ഒരുമിച്ച് രാമൻ പറഞ്ഞാട്ടെ. ഇത് പ്രാസമുള്ള പദങ്ങൾ ചേർത്തു പറയുന്നത് കൊണ്ട് സംഭവിക്കുന്നതല്ല. ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ഏത് മുറിവുള്ള മനുഷ്യനും അത് ഔഷധമാകിയാലോ. രാമൻ പറഞ്ഞാട്ടെ. Holy Spirit is a comforter. അറിയണം. നിങ്ങൾ വേദനിക്കപ്പെടുമ്പോഴും നിങ്ങൾ തളരുമ്പോഴും നിങ്ങൾ നെടുവീർപ്പ് അനുഭവിക്കുമ്പോഴും കീബോർഡ് വായിക്കുന്നയാളും കീബോർഡിന്റെ ശബ്ദവും നിങ്ങളുടെ കൂടെ കാണില്ല.
ഒരുപക്ഷെ നിങ്ങൾ വിളിക്കുന്ന പ്രവാചകനെ ലഭിച്ചു എന്ന് വരികയില്ല. കുറച്ചുകൂടെ പറഞ്ഞാൽ മലയാളത്തിൽ പോലും പ്രാർത്ഥിക്കാൻ വാക്കുകളില്ലാതെ നെടുവീർപ്പിടുന്ന സംഘർഷങ്ങളിലൂടെ പോയെന്ന് വന്നേക്കാം. പാട്ടുപാടാൻ പറ്റുന്നില്ല, ബൈബിളൊന്ന് തുറക്കാൻ പറ്റുന്നില്ല. വന്നു, കവിണ്ണു വീണു, വിതുമ്പി കരഞ്ഞു. സ്തോത്രം. പ്രാർത്ഥിച്ചില്ല, പാടിയില്ല, വചനം പറഞ്ഞില്ല, കവിണ്ണു വീണ് കിടന്നങ്ങ് കരഞ്ഞതേ ഉള്ളൂ. പക്ഷെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ വിടുതലിന്റെ വാർത്ത കേട്ടു. അനുഭവമുള്ളവർ മാത്രം ഒരു ആമേൻ പറഞ്ഞാട്ടെ. അനുഭവിച്ചറിഞ്ഞവർ മാത്രം ഒരു ആമേൻ പറഞ്ഞാട്ടെ. ബേബി ജോൺസന്റെ വെയിറ്റ് 70 കിലോയാ. 500 കിലോ ഭാരം എൻ്റെ മുൻപിൽ വരികയാ. ഞാൻ എടുത്തേ പറ്റൂ. എൻ്റെ കുറെ സ്നേഹിതർ എന്നോട് പറഞ്ഞായിരുന്നു, പാസ്റ്റർ ഏത് വിഷയം ഉണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ചുണ്ടെന്ന്. പക്ഷേ 500 കിലോ വെയിറ്റ് വന്നപ്പോൾ ഞാൻ ആളെ നോക്കി, ആരോരും അരികിലില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ വെയിറ്റ് എത്ര എന്നറിയില്ല, 70 കിലോ, ബാക്കി 430 ആരെടുക്കും? പറ്റില്ല കേട്ടോ, ആരോഗ്യത്തിനനുസരിച്ചുള്ള ഭാരം തരണ്ടേ എന്ന് ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ആമേൻ, കർത്താവ് എന്നോട് പറഞ്ഞു, നോക്ക്, നീ ആ ഭാരത്തിന്റെ മറുതലയ്ക്കൽ. ഭാരം വന്ന സമയം തന്നെ 430 കിലോ പരിശുദ്ധാത്മാവ് ലിഫ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. 70 നമ്മൾ എടുക്കണം. ഒരാമയും പറഞ്ഞാട്ടെ. അവരവർക്ക് എടുക്കേണ്ട ഭാരം അവരവർ തന്നെ എന്ത് ചെയ്യണം? ചുമക്കണം. പക്ഷെ അധിക ഭാരം വന്ന ആമേൻ, നിന്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ദൈവത്തിന്റെ കരം അവിടേക്ക് ഇറങ്ങി വന്നിട്ട്, നീ ഒറ്റയ്ക്ക് വഹിക്കണ്ട, നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കാകത്തില്ല, ഞാൻ നിന്നെ ഒറ്റയ്ക്കാകാൻ അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ഹൃദയത്തിന്റെ അകത്ത് ഈ ദൂത ചാട്ടുളി പോലെ അകത്തേക്കൊന്ന് കയറട്ടെ. ഇന്നലെ രാത്രിയിലും നീ ദൈവത്തോട് ചോദിച്ച ചോദ്യത്തിന്, ഇന്ന് രാവിലെയും കൂടെ നീ ദൈവത്തോട് ചോദിച്ച ചോദ്യത്തിന് പരിശുദ്ധാത്മാവ് ഈ രാത്രി പരസ്യമായി അതിന്റെ മറുപടി പറയുകയാ. അടകാല ശബ്ദരാധന. നിന്റെ മനസ്സിന്റെ വേദന മനസ്സിലാക്കാൻ അവരന് കഴിഞ്ഞില്ലെങ്കിൽ അധൈര്യപ്പെടേണ്ട. നിന്റെ ഉള്ളത്തെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവ് ഇന്ന് രാത്രി തന്റെ കരത്തിന്റെ സ്പർശനത്താൽ നിന്നോട് പറയുകയാ, നീ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ. ചില അവസരങ്ങളിൽ ഒറ്റയ്ക്കാകുന്ന നല്ലതാ. ഒരാമേൻ പറഞ്ഞു. ഒറ്റയ്ക്കാകുമ്പോഴേ അറിയുന്നത് ഒറ്റയ്ക്കല്ലെന്ന്. ഒറ്റയ്ക്കാകുമ്പോഴേ അറിയത്തുള്ളൂ ഒറ്റയ്ക്കല്ലെന്ന്. ഒറ്റയ്ക്ക് ഗത്സമനയിൽ വേദന സഹിച്ചെന്റെ കർത്താവ് നമ്മുടെ അടുത്ത് വന്ന് അന്നേരം പറയും, ആരാധിക്കുന്നവൻ ഒരിടത്തും ഒറ്റയ്ക്കല്ല. അത് അഗ്നിയായാലും ആഴിയാണെങ്കിലും കൊടുങ്കാറ്റാണെങ്കിലും പെരുങ്കാറ്റാണെങ്കിലും ആമൻ ഒറ്റയ്ക്കല്ല. എന്റെ കർത്താവിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നിരിക്കും. അവിടുന്ന് ആശ്വാസപ്രദനാണ്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവമക്കളെ, തകർന്നെന്ന് ശത്രു പറഞ്ഞതാ, നീ എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞതാ, ഇനി നീ പാടത്തില്ല, ഇനി നീ പ്രാർത്ഥിക്കത്തില്ല, ഈ സങ്കടം അത് നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ, ഈ രോഗം അത് നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ, നിന്റെ അവസാനമാ എന്നൊക്കെ പറഞ്ഞ് ആമൻ വിളിക്കേണ്ടവര് വിളിക്കുന്നുമില്ല, വിളിക്കുന്നവരിട്ട് ഫോൺ എടുക്കുന്നതുമില്ല. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ ആമേ, ശത്രു നീ തീരുമറന്ന് പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞിട്ടും ഈ പുസ്തകം പിടിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാനായിട്ട് അവൻ കുറിച്ചിട്ട ഡേറ്റും കഴിഞ്ഞ് നീ നടന്നു വരുന്നത് കണ്ടപ്പോ ശത്രു പോലും ആമൻ മനസ്സിലാക്കി, നിന്റെ കൂടെയുള്ളവൻ അവന്റെ കൂടെയുള്ളവനേക്കാൾ ബലവാനാണെന്ന്. ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അടകാര ശങ്കര ധരതല ദഗൽക്കര ഗദരദിയ ഉടമന ഘടകതല ബൗഡമ ലവന. സോദര, പരിശുദ്ധാത്മാവിന്റെ പേര് ആശ്വാസപ്രദനെന്ന പരക്ലീച്ച. അതുകൊണ്ടാ പഴികൾ വന്നിട്ടും ദുഷികൾ വന്നിട്ടും പഞ്ഞവും പട്ടിണിയും സഹിക്കേണ്ടി വന്നിട്ടും ആമേൻ, പരിവട്ടങ്ങൾ ജീവിതത്തിൽ വന്നിട്ടും ആമേൻ, ഹല്ലേലൂയ, നിന്ദകൾ സഹിക്കേണ്ടി വന്നിട്ടും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഒറ്റപ്പെടുത്തി നീറുന്ന നൊമ്പരങ്ങൾ സമ്മാനിച്ചപ്പോഴും ദൈവജനത്തിന്റെ പാട്ട് കുറഞ്ഞില്ല, ദൈവമക്കളുടെ ആരാധന കുറഞ്ഞില്ല, അവരുടെ അന്യഭാഷ കുറഞ്ഞില്ല. അവർ ഇന്നലെ ഒരു പാട്ടാ പാടിയതെങ്കിൽ നിന്ന കേട്ട് കഴിഞ്ഞപ്പോ 2 പാട്ട് പാടി. സ്തോത്രം പറഞ്ഞാട്ടെ.
രാജാതിരാജൻ മഹിമയോടെ. അതിലൊരു ചരണം ഇങ്ങനെയാണ്: നിന്ന കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി. ഒന്ന് സ്തോത്രം പറയാമോ? പട്ടിണി അറിയാത്ത തലമുറകൾ ഇവിടെ ഇരിപ്പുണ്ട്. പഞ്ഞമറിയാത്ത പരിഹാസം അനുഭവിക്കാത്ത തലമുറകൾ ഇരിപ്പുണ്ട്. മക്കളെ, ഭാഗ്യത്തിന് സ്തോത്രം പറഞ്ഞോണം. കൺവെൻഷനിൽ ഒറ്റ ഹല്ലേലൂയ പറയുമ്പോഴുണ്ടല്ലോ, ചില ആളുകൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കും, അതാരാ പറഞ്ഞതെന്ന്. കാരണം അങ്ങനെയല്ല ഹല്ലേലൂയ പറയുന്നവർ ആൾക്കാരൊന്നും അധികം ഇപ്പൊ ഇല്ല. ആമേൻ. ഞാൻ ഇങ്ങനെ പറയാം, അല്ലല് മാറണമെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞോണം. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അല്ലര് മാറാൻ ഏക വഴിയേ ഉള്ളൂ. ഇന്ന് രാത്രി സംഘർഷങ്ങൾ ഉണ്ടല്ലോ, സമ്മർദ്ദങ്ങൾ, പ്രഷർ, ഭയങ്കര പ്രഷറാ. ഡോക്ടർ ആയിക്കോണം, പറഞ്ഞു കേട്ടല്ലോ. അയ്യോ, ഡോക്ടർ ആവണോ? എഞ്ചിനീയർ ആയിക്കോണോ? പറഞ്ഞു കേട്ടല്ലോ. കാനഡയുണ്ട്, അയർലൻഡ് ഉണ്ട്, സ്കോട്ട്ലൻഡ് ഉണ്ട്, ന്യൂസിലൻഡ് ഉണ്ട്. പൊക്കോണോ അവിടെ? കൊച്ചു LKG പഠിക്കുന്നേ ഉള്ളൂ. പ്രഷറാ. അപ്രേസ വീട്ടിലെ ഫേബയെ കണ്ടോ? ഇപ്രേസ വീട്ടിലെ സാമിനെ കണ്ടോ? തീർന്നവന്റെ ഇടപാട്. നിനക്ക് എത്ര മാർക്കുണ്ട്? 10ന്, +2ന് എത്ര ഉണ്ട്? ഡിഗ്രിക്ക് എത്ര ഉണ്ട്? വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ? വാട്ട് യു തിങ്ക് അബൌട്ട് യുവർ ഫ്യൂച്ചർ? യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇതെല്ലാം കൂടെ പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് പരുവക്കേടാകും. പിന്നെ ആരാധിക്കാനും പറ്റുന്നില്ല, സ്തോത്രം പറയാനും പറ്റുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി ഒരു പ്രത്യേകതയുണ്ട്. ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത നിന്റെ ഭാരങ്ങളുടെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. ഈ യാക്കോബും യാബോക്കും കഴിഞ്ഞ ദിവസങ്ങളൊന്നിൽ ബോസ്റ്റൺ പ്രയർ ലൈനിൽ പ്രസംഗിക്കുമ്പോൾ ആ വചനത്തിന്റെ വെളിപ്പാട് ദൈവാത്മാവ് എനിക്ക് തന്നു കേട്ടോ. ആമേൻ. യാക്കോബും യാബോക്കും. യാബോക്ക് എന്ന പദത്തിന്റെ അർത്ഥം എംപ്റ്റി ചെയ്യുക എന്നുള്ളതാ, ശൂന്യമാക്കുക. ആമേൻ. അവിടെ യാക്കോബ് ഒരു 10-20 വർഷം ചുമന്ന ഭാരമെല്ലാം കൂടെ ആമേൻ ഒരു രാത്രി തമ്പുരാന്റെ കാലെ പിടിച്ച്. യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് ആകപ്പാടെ അറിയാവുന്ന ഒരു വാക്ക് ഉപായി എന്ന പദമാണ്. പക്ഷെ യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം കൈകൊണ്ട് കാലെ പിടിക്കുന്നവൻ എന്നാണ്. കൈകൊണ്ട് യാക്കോബ്, കൈകൊണ്ട് കാലെ പിടിക്കുന്നവൻ. ഇല്ല, ചേട്ടന്റെ കാലെ പിടിച്ചോണ്ട് ഇറങ്ങി വന്നതിനിട്ട പേരാണ് ഏത്? യാക്കോബ്. പിന്നെ എത്ര പേരുടെ കാലെ പിടിച്ചെന്നറിയാമോ? സ്തോത്രം. 7 വർഷം, അടുത്ത 7 വർഷം, പിന്നെ ആടുകൾക്ക് വേണ്ടി അടുത്തത് എന്ന് വേണ്ട, എല്ലാം കൂടെ ഒരു 10-20 വർഷം കിടന്ന് പസായിച്ചു. ആ ഹിന്ദിക്കാരുടെ ഭാഷയാകട്ടോ. അവൻ കിടന്ന് ബന്ധപ്പെട്ടെന്നേ. സ്തോത്രം. പക്ഷെ യാബോക്കിൽ പണ്ട് ഈ ബഥേലി വെച്ചൊരു തീരുമാനം ഉണ്ടായിരുന്നു. രാത്രിയിൽ കമ്പിളിപ്പുതപ്പും ഇല്ല, പഞ്ഞിത്തലയണയില്ല, കല്ല് തലയണയായിട്ട് വെച്ച് അന്ന് രാത്രി ഉറങ്ങിയതിന് ഒരു ആമേൻ പറഞ്ഞാട്ടോ. ആ സ്തോത്രം. വേറെ വല്ലവരുമായിരുന്നു പേടിച്ചടപാട് തെറ്റിയേനെ. എന്നാൽ അവിടെയും ഉറക്കം കൊടുത്ത ദൈവകൃപയ്ക്ക് ഒരുമിച്ച് രാമേ പറയണ. ഇന്ന് രാത്രി ഞാൻ നിയോഗത്തോടെ പറയാം, അവിടെ കിടന്ന് ഉറങ്ങാൻ ദൈവം കൊടുത്ത കൃപയ്ക്ക് ഞാൻ പറയാം, യാക്കോബെ താങ്കൾ ഉറങ്ങിയതല്ല, യാക്കോബെ ഉറക്കം ദൈവം തന്നതാ. എന്തിനെന്നറിയാമോ? അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം നിന്റെ ദൈവമാണെന്ന് പറയാ ഈ രാത്രി തമ്പുരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരുമിച്ച് നാമേ പറഞ്ഞാട്ടെ. രാവിലെ എഴുന്നേറ്റ് മറുപടിയുടെ വിടുതലെല്ലാം കൂടെ കേട്ടിട്ട് ഒരു കാര്യം പറഞ്ഞു: ദൈവമേ, എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം, എന്നെ ഇരട്ടി നന്മയോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ. കണ്ടീഷൻ പ്രയർ ആയിരുന്നു. ചെയ്യുമെങ്കിൽ ഇത് ബഥേലാണ്. ആമേൻ. സ്തോത്രം. എന്നാൽ ഞാൻ നിയോഗത്തോട് പറയാം, എനിക്ക് ആമേൻ, ആമേൻ. പക്ഷേ ഈ യാബോക്കിന്റെ കടവിൽ മരണപേടിയോടുകൂടെ രാത്രിയിലുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു കണ്ടീഷനും ഇല്ല. സ്വന്തം അപ്പൻ ചോദിച്ചു പേര്, അന്നേരം ഏശാവ് എന്ന് പറഞ്ഞു. സ്വർഗത്തിലെ അപ്പൻ പേര് ചോദിച്ചു, യാക്കോബ് എന്നും പറഞ്ഞു. അതുകൊണ്ട് എക്സ്ട്രാ ശബ്ദം ഒന്നും വേണ്ട, പച്ച ശബ്ദം ദൈവത്തിന് വേണം. ഒരാമേ പറഞ്ഞാട്ടെ. ദൈവത്തിന് നിങ്ങളുടെ ഒറിജിനൽ ശബ്ദമാ വേണ്ടത്, അതിനകത്ത് എക്സ്ട്രാ ശബ്ദം വേണ്ട. കരങ്ങൾ ഉയർത്തി ഒരാമേ പറഞ്ഞാട്ടെ. ദൈവത്തിന് നിങ്ങളെ നന്നായിട്ടറിയാം, നന്നായിട്ടറിയാം. എത്ര പേര് അതിന് ആമേ പറയാൻ തയ്യാറാ? ആത്മീയതയ്ക്ക് ചില ശബ്ദങ്ങളുടെ അകമ്പടികൾ വേണ്ട. ആമേ. ചില അവസരങ്ങളിൽ രാജ്യങ്ങളിലൊക്കെ പോയി ശുശ്രൂഷിച്ച് ശബ്ദം അങ്ങ് ഒത്തിരി ഇല്ലാതെയാകുന്ന അവസരത്തിൽ ഞാൻ ചിലരെ ഫോൺ ചെയ്യുമ്പോൾ അവർക്ക് എൻ്റെ ശബ്ദം അറിയില്ല. പക്ഷെ എൻ്റെ അപ്പനെയോ അമ്മയോ വിളിച്ച് ഞാൻ ഇങ്ങനെ ഒറ്റ പ്രൈസ്തലോട് പറയുമ്പോഴേ അവരുടനെ പറയും, ആ മോനെ ബാക്കി കാര്യം പറഞ്ഞോളാൻ. ഞാൻ ഈ ആട് മാറിയ ആട് കൂട്ടൊക്കെയാ സംസാരിക്കാൻ തുടങ്ങുന്നത്, പക്ഷെ അപ്പനോടല്ലയോ പറഞ്ഞ്.
ഒരാമയും പറഞ്ഞേ. മോനെ, നിന്റെ ഉള്ള ശബ്ദത്തിൽ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, പക്ഷെ ആ ശബ്ദത്തിൽ പ്രാർത്ഥിക്കണം കേട്ടോ. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. നല്ല ശബ്ദവും സൗന്ദര്യവും ആരോഗ്യമുള്ള ശരീരം ദൈവം തന്നെങ്കിൽ ആരാധനയ്ക്ക് പിശുക്ക് കാണിക്കരുത്. ആമേൻ. ലജ്ജയില്ലാതെ ദൈവത്തെ ആരാധിച്ചാൽ നീ ലജ്ജിക്കപ്പെടാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. എനിക്ക് വേഗത്തിൽ അടുത്തു വരണം തിരുമൊഴികളിലേക്ക്. ശ്രദ്ധിച്ച്, യാബോക്കിന്റെ കടവ് എംപ്റ്റി ചെയ്യുന്ന സ്ഥലമായിരുന്നു. അന്ന് രാത്രി തമ്പുരാൻ പറഞ്ഞു, യാക്കോബേ, ഇതുവരെ നീ അനേകരോട് വാദിച്ചെങ്കിൽ ഇന്ന് രാത്രി മുതൽ ഞാൻ നിനക്ക് വേണ്ടി വാദിക്കാൻ പോകുകയാ. ഒരുമിച്ച് രാമൻ പറഞ്ഞാട്ടെ. തമ്പുരാൻ വാദിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോ ഈ ഫറവോനോട് പ്രായം പറയുന്നതിന്റെ ട്യൂണ് കേൾക്കണം. ഫറവോൻ ചോദിച്ചു, പ്രായം എത്ര ഉണ്ട്? അടിയന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം. ആരെങ്ങനെ പ്രായം പറയും? തമ്പുരാൻ ഇറങ്ങി നിൽക്കാൻ തുടങ്ങിയ ആള് മാറും, സംസാര രീതി മാറുമെന്ന് ഒരാമേ പറഞ്ഞു. പെനിയൽ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതിനകത്ത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന് കൊടുത്തിരിക്കുന്ന ഒരു മനോഹരമായ പദമുണ്ട്. ആമേൻ. അവൻ പെനിയേലെ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചെന്ന, പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനല്ല. ആമേൻ. ദ സൺ റൈസ് അപ്പോൺ ഹിം, അവന്റെ മേൽ സൂര്യൻ ഉദിച്ചു. നിങ്ങൾ ഒരുമിച്ച് രാമേ പറഞ്ഞാട്ടെ. കരഞ്ഞ കണ്ണുനീരിന്റെ ഇരുട്ട് കനീഭവിച്ച ഇന്നലത്തെ ചരിത്രത്തിന് ഇതാ നീതി സൂര്യന്റെ ശോഭ നിന്റെ മേൽ ഉദിക്കുകയാ. മതി നീ വേദനിച്ചത്, മതി നീ സങ്കടപ്പെട്ടത്, മതി നീ പരിഹാസമായത്, മതി നീ ചോദ്യചിഹ്നമായത്. ഒരുമിച്ച് രാമേ പറഞ്ഞാട്ടെ. വേദഭാഗത്തിലേക്ക് എനിക്ക് വേഗത്തിലെടുത്തു വരണം. ഹോളി സ്പിരിറ്റ് ആരാണ്? ഒന്ന് ഈസ് എ കംഫർട്ടർ, രണ്ട് അഡ്വക്കേറ്റ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. കാര്യസ്ഥൻ എന്ന പദമാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നതെങ്കിലും അതിന്റെ യഥാർത്ഥ ഭാഷയിലേക്ക് വരുമ്പോൾ വാദിക്കുന്ന അഡ്വക്കേറ്റായി. യോഹന്നാൻ സുവിശേഷം 14:26, 16:6, 16:7 ഈ വേദഭാഗങ്ങളിലെല്ലാം ആ പദത്തെ കാണാൻ കഴിയുന്നു. ഞാൻ കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി. ആരാണ് കാര്യസ്ഥൻ? ആ വാക്കിന്റെ അർത്ഥം ആസ് ആൻ അഡ്വക്കേറ്റ് എന്ന പദമാണ്. അതെ, ഒരൊറ്റ വാക്ക്. ഇന്ത്യൻ പീനൽ കോഡ് ഇപ്പോൾ അതിന്റെ പേര് മാറ്റിയെന്ന എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അത് എഴുതിയ ആള് ഡോക്ടർ B.R. അംബേദ്കർ എന്ന ഭരണതന്ത്രജ്ഞനാണ്. ഭാരതം കണ്ട അറിവുള്ള, കഴിവുള്ള, തികവുള്ള ഒരു ജ്ഞാനിയായ മനുഷ്യൻ കേട്ടോ, അദ്ദേഹമാണ്. പക്ഷേ ഒരു കറുത്ത ടൈയിട്ട് അല്ലെങ്കിൽ കോട്ടിട്ട ഒരു വക്കീൽ IPC 302 വകുപ്പിൻ പ്രകാരം എന്ന് വാദിക്കുന്ന ആ കോടതിയിൽ ഡോക്ടർ B.R. അംബേദ്കർ ഇറങ്ങിച്ചെല്ലാറില്ല. കാരണം ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ഡെത്തും അദ്ദേഹത്തിന്റെ പേരിൽ എഴുതി കഴിഞ്ഞു. പുസ്തകം അതാണ് അദ്ദേഹമാണ് എഴുതിയത്. നിയമം എഴുതിയത് അദ്ദേഹമാണ്. പക്ഷേ അദ്ദേഹത്തിന് അവിടെ ചെല്ലാൻ പറ്റില്ല, പുസ്തകം മാത്രമേ അവിടെ ഉള്ളൂ. എന്നാൽ ഈ പുസ്തകം ഒന്ന് തുറക്കാം, ഈ പുസ്തകം ഒന്ന് തുറക്കാം. ഇത് 40 എഴുത്തുകാർ 1600 വർഷം കൊണ്ട് എഴുതി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ യഥാർത്ഥ യാഥാർത്ഥ്യം അവരെഴുതിയതല്ല, അവരെ കൊണ്ട് എഴുതിപ്പിച്ചതാ. എഴുതിയ യഥാർത്ഥ എഡിറ്റർ പരിശുദ്ധാത്മാവാകയാൽ ആമേൻ പറഞ്ഞാട്ടെ. ഈ വചനം ആര് തുറക്കുന്നോ അവിടെ നിയമകർത്താവ് ഇറങ്ങി വരുമെന്നുള്ളതിന് ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇതിന്റെ യഥാർത്ഥ എഴുത്തുകാരൻ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന ദൈവത്തിന്റെ വചനം പറഞ്ഞ ആ കർത്താവിന്റെ വചനം ആര് പറയുന്നു, ആ പറയുന്ന അതേ സെക്കൻഡിൽ അതിനെ എഴുതിയാറാക്കിയ പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി വന്ന് അവരെ ശക്തിപ്പെടുത്തുന്നത് അനുഭവിച്ചവരെ രാമേ പറഞ്ഞാട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, I am the God that healeth thee. ആ വചനം പറഞ്ഞ് പ്രാപിച്ച് സൗഖ്യം ഏറ്റെടുത്തിട്ടുള്ളവർ രാമേ പറഞ്ഞാട്ടെ. ഇന്ന് കണ്ട മിശ്രയമിന് ഒരു നാള് കാണുകയില്ല. ഈ വചനം ആത്മാവിൽ പറഞ്ഞപ്പോ എത്ര രോഗികൾ അത്ഭുതകരമായി സൗഖ്യമായി. ഇന്ന് രാത്രി ആരാധിക്കുന്നത് വെറുതെയല്ല, സ്തോത്രം പറയുന്നത് വെറുതെയല്ല, പാടുന്നത് വെറുതെയല്ല.
ആമേൻ അദൃശ്യ മണ്ഡലത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ വിടുതലിന്റെ മർമ്മത്തെ ദൈവസഭയോട് പ്രവചനാത്മാവിൽ കൈമാറാൻ പരിശുദ്ധാത്മാവ് എന്റെ പക്കലേൽപ്പിക്കുകയാ. അതിങ്ങനെയാണ്. ഇന്ന് രാത്രി നിന്റെ നേരെ, നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് നേരെ, പ്രാണന് നേരെ, ആരോഗ്യത്തിന് നേരെ, ആത്മീയ ശുശ്രൂഷകൾക്ക് നേരെ വാദിക്കുന്ന ചില വെല്ലുവിളികളോട് ദൈവത്തിന്റെ ആത്മാവ് വാദിക്കുന്ന രാത്രിയാ. ആത്മാവിൽ എത്ര വരുന്ന സ്തോത്രം ചെയ്യാൻ തയ്യാറാ? അത് വിട്ടു തരികയില്ല, ഇല്ല, തൊടാൻ സമ്മതിക്കത്തില്ല, ഇല്ല ഇല്ല ഇല്ല. പരിശുദ്ധാത്മാവിന്റെ രാത്രി ഒരു അഡ്വക്കേറ്റിനെ പോലെ നിന്റെ കുടുംബത്തിന് വേണ്ടി വാദിക്കുകയോ. 40 പേര് ഒരുമിച്ചുകൂടി ഒരൊറ്റ പ്രതിജ്ഞ, പൗലോസിനെ കൊന്നിട്ടല്ലാതെ തിന്നുകയില്ല, കുടിക്കുകയില്ല. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ഒരു തുള്ളി വെള്ളം കുടിക്കില്ല. നല്ല തീരുമാനം, വളരെ നന്ദിയുണ്ട്. എല്ലാം കൂടെ എണ്ണിയാൽ ഒരു 100-400 പേരിലധികം പ്രൊട്ടക്ഷനോട് കൂടിയാ പൗലോസിനെ പുറത്തോട്ട് കൊണ്ടുവന്നത്. 40 പേര് തീരുമാനിച്ചപ്പോൾ അതിന്റെ ദശാംശം പോലെ അവര് മാറി. ഒരാമൻ പറഞ്ഞാട്ടെ. 100-ന് 10 എന്നതുപോലെ 400 പേര്. അതും കഴിഞ്ഞ് പിന്നെയും ബാക്കി എഴുതിയിട്ടുണ്ട്. അതിന്റെ നടുക്കൂടെ ഇവര് പോലും അറിയാതെ പട്ടണത്തിന് പുറത്ത് കൊല്ലുവെന്ന് വാദിച്ചതാ. പക്ഷെ തമ്പുരാൻ പറഞ്ഞില്ല, ശുശ്രൂഷ തീർന്നിട്ടില്ല. യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ നീ റോമയിൽ നിൽക്കണം. ദൈവദാസന്മാരെ, കർത്താവിന്റെ ഭൃത്യനെ, കർത്താവിന് അയക്കാനുള്ള ചില ഇടങ്ങൾ, കർത്താവിന് ആദരിക്കാനുള്ള ചില രാജ്യങ്ങൾ, ചില ചൗവനക്കാരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പിടിച്ചിറക്കുന്ന, ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ, അനേകരെ പ്രാർത്ഥിച്ച് വേലസ്ഥലങ്ങളിലേക്ക് അയക്കുന്ന, ആത്മനിറവിന്റെയും കൃപാവരങ്ങളുടെയും ശുശ്രൂഷയ്ക്കായി ചിലരെ സജ്ജരാക്കുന്ന ആ ശുശ്രൂഷയുടെ ആഴം ഇനിയും ചെയ്യാനുണ്ടെന്ന് ദൈവാത്മാവിന്റെ രാത്രി ആലോചന കൈമാറുകയാ. ഒരുമിച്ചൊന്ന് ആമേൻ പറഞ്ഞാട്ടെ. അവസാനിച്ചെന്ന് കുത്തിടാൻ എവിടൊക്കെ ശത്രു നിനക്കെതിരെ എഴുന്നേറ്റോ, ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നില്ല, അവിടെ നിന്റെ തുടക്കം ഇന്ന് രാത്രി ദൈവാത്മാവ് ചെയ്യാൻ പോകുകയാ. ഇന്ന് രാത്രി ചിലതിന്റെ ആരംഭം, ഇന്ന് രാത്രി ചിലതിന്റെ തുടക്കം. Blessed be the name, blessed be the name, blessed be the name of the Lord. ഒരുമിച്ച് നാമേ പറഞ്ഞോട്ടെ. അവസാനിച്ചെന്ന് പറഞ്ഞെടുത്ത് ആരംഭിക്കുന്ന ദൈവപ്രവർത്തികൾക്ക് ഞാൻ കർത്താവിന് നന്ദി പറയുകയാ. കാരണം പരിശുദ്ധാത്മാവ് കാര്യസ്ഥനാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത്, സകല സത്യത്തിലും നിങ്ങളെ നടത്തുന്ന ആമേൻ ഉപദേഷ്ടാവ്. പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു പേര് ഈ അധ്യായ വാക്യം കൗൺസിലർ എന്ന പദമാണ്. കൗൺസിലർ, ആമേൻ. പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു പേര്, ഒന്ന് ആമേൻ കംഫർട്ടർ ആണ്, 2 ഈസ് ആൻ അഡ്വക്കേറ്റ്, 3rd വൺ ഈസ് ദ കൗൺസിലർ. കൗൺസിലിംഗ് മനഃശാസ്ത്ര വിഭാഗത്തിൽപ്പെടുന്ന വളരെ വിലയേറിയ ഒരു കാര്യമാണ്, വിഭാഗമാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. കൗൺസിലിംഗ് പഠിക്കുന്നവരുണ്ട്, കൗൺസിലിംഗ് ചെയ്യുന്നവരുണ്ട്. കൗൺസിലിംഗ് ചെയ്യുന്നതിന് ഇരിക്കുന്ന ഒരു രീതി പോലുമുണ്ട്. പഠിപ്പിക്കുമ്പോൾ അവർ കൃത്യതയോടെ പറയും, ഒരു കാല് മുൻപോട്ടൊക്കെ വെച്ച് കൈ ഇങ്ങനെ മുന്നോട്ടൊന്ന് ആഞ്ഞ് ശരീരം കൂടി ഇങ്ങനെ ഇരിക്കണം. കാരണം ഈ പറയാൻ തുടങ്ങുന്ന ആള് നമ്മളോട് എന്ത് ചെയ്യണം? സംസാരിക്കണം. അപ്പൊ അതിന് നമ്മൾ ആക്റ്റീവായിരിക്കണം. അല്ലാതെ ഈസി ചെയറിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് എന്നാ പറഞ്ഞോ മക്കളെ എന്ന് പറഞ്ഞാൽ അവരൊരു കാര്യം നമ്മളോട് പറയില്ല. അതിനൊരു പാലമുണ്ട്. അതായത് ഈ സംസാരിക്കുന്നയാളും കേൾക്കാനിരിക്കുന്ന ആളും തമ്മിലൊരു ആത്മബന്ധത്തിനൊരു ബ്രിഡ്ജ് എന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പറയാൻ അവന് മനസ്സ് തോന്നണം. ചിലർ കൗൺസിലിംഗ് ചെയ്തിട്ട് ആ കൗൺസിലിംഗ് ചെയ്ത ആടെ സങ്കടമെല്ലാം കൂടെ കേട്ടിട്ട് അവരുടെ സങ്കടത്തിൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റാതെ പിന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മൾ. കാരണം അതേപോലെ സങ്കടമാണ് അവർ കേട്ടത്. 16 വയസ്സുള്ള കുഞ്ഞിനെ ആമേൻ 10-13 പേര് തകർത്ത ചരിത്രം ആ കുഞ്ഞ് പങ്കുവെക്കുമ്പോൾ, മറ്റൊരു രാജ്യത്താണ്. ആ കൗൺസിൽ ചെയ്തയാൾക്ക് മക്കളുണ്ട്. പെട്ടെന്ന് അങ്ങനൊരു ചിന്ത തൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് തനിക്ക് ആ ചിന്തയിൽ നിന്ന് സ്വതന്ത്രമാകാൻ പറ്റുന്നില്ല.
ലോകമറിയപ്പെടുന്ന കൗൺസിലിങ്ങിന്റെ ടോപ്പ് ലെവലിലുള്ള ആളുകളുമായി സംസാരിക്കാൻ, അവരുടെ വീടുകളിൽ പാർക്കാൻ ചില രാജ്യങ്ങളിൽ ദൈവം അവസരത്തെ തന്നിട്ടുണ്ട്. അവരൊക്കെ ഈ കൗൺസിലിങ്ങിൽ പങ്കുവെക്കുന്ന ഭീകരമായ യാഥാർത്ഥ്യങ്ങൾ കേട്ടുകഴിഞ്ഞ് എൻ്റെ ഉള്ളം കൂടെ വല്ലാതെ പിടച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി എല്ലാം ഒരാളും മറ്റൊരാളോട് എന്ത് ചെയ്യാറില്ല, പറയാറില്ല. ഇനി അഥവാ ഷെയർ ചെയ്താൽ നാളെ അവര് നിങ്ങൾക്കെതിരെ കാണും, അവര് നിങ്ങളോ അവരോ ആമേൻ ആ കൂട്ടം വല്ല ഒന്ന് വിട്ട പിന്നെ ബ്ലാക്ക് മെയിലിന് അത് ഏറ്റവും നല്ലൊരു ആയുധമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാക്കും വാക്കും സൂക്ഷിച്ചോണം. ഒരാമേൻ പറഞ്ഞാട്ടെ. സ്വത്രം ഹല്ലേലൂയ. പക്ഷേ ഇന്ന് രാത്രി ഒരു നല്ല കൗൺസിലിനെ പരിചയപ്പെടുത്താൻ പോകുകയാ. വേദനകൾ എത്ര വർദ്ധിച്ചാലും ഇനി ഒരു കൗൺസിലിംഗിന്റെ അടുത്ത് പോയി നിങ്ങൾ സമയം ചോദിച്ച് അദ്ദേഹം പറയും 10:30 to 11:30 ദാറ്റ് ഈസ് യുവർ ടൈം എന്ന് പറഞ്ഞ സമയം ഉണ്ടാകും. ആ 11:30 കഴിയുമ്പോൾ ഒരു ബെല്ലടിക്കും. അപ്പോൾ നിങ്ങളോട് പറയും സോറി ഐ മേ കം ടു ദ നെക്സ്റ്റ് ഡേ. നമുക്ക് ഒരു ലോഡ് പറയാനുണ്ട്, കാൽഭാഗമേ പറഞ്ഞിട്ടുള്ളൂ. 1 മണിക്കൂറായപ്പോൾ കാര്യം ചെയ്തു. നമ്മൾ പറഞ്ഞു ഇത്ര പെട്ടെന്ന് സമയം പോയോ, അയ്യോ അറിഞ്ഞില്ല, ഇനി അടുത്ത ദിവസം വരാം. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത, അർദ്ധരാത്രിയിലും നിനക്ക് എഴുന്നേറ്റിട്ട് ആവശ്യബോധത്തോടെ കരഞ്ഞാൽ, ഒരുമിച്ച് രാമൻ പറഞ്ഞാട്ടെ, അധികാലത്ത് നീ എഴുന്നേറ്റ് മോനെ എക്സാം ഹോളിന്റെ ഫ്രണ്ടിൽ നിന്ന് ആമേൻ എഴുതുന്ന ഒരു എക്സാമും അങ്ങോട്ട് പാസ്സാകുന്നുമില്ല. IELTS പറ്റുന്നില്ല, OET പറ്റുന്നില്ല. പുറത്തോട്ട് പലരും പോയി നമ്മളിവിടെ വെയിറ്റിംഗ് ലിസ്റ്റിലുമാണ്. എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. അതിന്റെ സംഘർഷം സങ്കടമെല്ലാം കൂടെ വേറെ. ആമേൻ ഇനി തീർന്നില്ല. ജോലി സ്ഥലത്തെ പ്രഷർ വേറെ, വീടിനകത്തെ സമ്മർദ്ദങ്ങൾ വേറെ, മക്കൾ അനുഭവിക്കുന്ന വേദനകൾ വേറെ, കുടുംബങ്ങൾ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ വേറെ. ഇതെല്ലാം കൂടെ വഹിക്കാൻ നമുക്ക് കപ്പാസിറ്റി ഇല്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, ഏത് ഭീകരമായ വേദനകൾ ഉണ്ടെങ്കിലും അത് പങ്കുവെക്കാൻ, അത് കേൾക്കാൻ, അത് മുഴുവനും കേൾക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയുമെന്നുള്ളത് ആമേൻ പറഞ്ഞാട്ടെ. Holy Spirit is amen counselor. Fourth one, he is the right guide. അതാണ് നാം വായിക്കുന്നത്. യോഹന്നാൻ 16:13 വായിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ സകല സത്യത്തിലും നിങ്ങളെ അവൻ വഴി നടത്തും. ഈസ് എ റൈറ്റ് ഗൈഡ്. ഇന്ന് രാത്രി നമുക്ക് വേണ്ടത് ഒരു നല്ല ഗൈഡിനെയാ. അവൻ റൂട്ട് അറിയാവുന്ന ഒരാള്, ശരിക്കും പറഞ്ഞു മനസ്സിലാക്കി ഡീറ്റെയിൽ ആയിട്ട്. ഒരിക്കൽ ഡൽഹിയിൽ ആമേൻ ചില കൊട്ടാരങ്ങൾ കാണേണ്ടത്, രാജസ്ഥാനിലും ഒക്കെ പോയപ്പോൾ ഈ കൊട്ടാരം കാണേണ്ടതിന് നമുക്ക് ഈ സ്ഥലം ഒന്ന് കാണാൻ പല രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ അത്ഭുതങ്ങളെയൊക്കെ ആളുകാർ കൊണ്ടു കാണിക്കാറുണ്ട്. പക്ഷെ അവിടെ ഒരു ഗൈഡ് ഉണ്ട്. ഗൈഡ് ഉണ്ടെങ്കിൽ ഉറപ്പാണ് ഷാജഹാൻ ഈ പണിതത് എന്തിനാണ്, ഇവിടെ നിന്ന് കൈയടിക്കുമ്പോൾ ഏത് ശബ്ദം എവിടെ നിന്ന് കേൾക്കും, ഒരു കോണിൽ നിന്ന് സംസാരിച്ച വേറൊരു കോണിൽ നിന്ന് പറയുന്ന നമുക്ക് ഇവിടെ കേൾക്കാം എന്നൊക്കെ പറയുന്ന ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട്. സാധാരണക്കാരന് കണ്ടിട്ട് വരാം, ഗൈഡ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കിയിട്ട് വരാം. ഒരാമയും പറഞ്ഞേട്ടെ. ബൈബിൾ വായിക്കുമ്പോൾ ഇതിന്റെ യഥാർത്ഥ എഡിറ്റർ ചോദിക്കണം, ദൈവാത്മാവേ ഞാൻ ബൈബിൾ വായിക്കാൻ പോവാ, എന്നെ ഒന്ന് പഠിപ്പിക്കണമേ, മനസ്സിലാക്കി തരണമേ. ഉറപ്പാ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. വഴിതെറ്റിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്ന ലോകത്തിൽ, അത് ഫേസ്ബുക്ക് ആകട്ടെ, ട്വിറ്റർ ആകട്ടെ, വീഡിയോസ് ആകട്ടെ, ഇൻസ്റ്റഗ്രാം ആകട്ടെ, വേണ്ടാത്ത ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറുന്ന വല്ലാത്ത കാലത്തിന്റെ നടുവിൽ ഇന്ന് രാത്രി യഥാർത്ഥ ഗൈഡിനെ ചോദിച്ചേ പറ്റത്തുള്ളെന്ന് ദൈവ ആത്മാവ് ആലോചന പറയുകയാ. ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹി ഈസ് റൈറ്റ് ഓർ റോങ്. ആ വ്യക്തി റൈറ്റ് ആണോ റോങ് ആണോ, ആ വ്യക്തി എന്നെ നോക്കുന്നതിന്റെ പിന്നിലെ ആശയം എന്താണ്, ആഗ്രഹം എന്താണ്, ആ വ്യക്തി ക്ലിയർ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ നമ്മോട് പറഞ്ഞു തരാൻ അവൻ കൂടെ നിൽക്കുന്ന ദൈവാത്മാവിന്റെ സാന്നിധ്യത്തിന് ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ദൈവാത്മാവിന്റെ നിയോഗം മനസ്സിലാക്കണം, ദൈവാത്മാവിന്റെ വിലക്കും മനസ്സിലാക്കണം. ഒരാമേ പറഞ്ഞാട്ടെ. യേശുവിന്റെ ആത്മാവിന്റെ സമ്മതവും മനസ്സിലാക്കണം. അടുത്തത് യേശുവിന്റെ ആത്മാവിന്റെ സമ്മതമില്ലായ്മയും മനസ്സിലാക്കണം. യേശുവിന്റെ ആത്മാവോ അവരെ
സമ്മതിച്ചില്ല. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഈ 4 കാര്യം മറക്കരുത്. അടുത്ത 4 കാര്യം വേഗത്തിലൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഞാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുകയാ. അരുത് 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 അരുത്. 4 അരുതാത്ത 4 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു. എഫെസ്യ ലേഖനം 4:30 ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? മുദ്രയിട്ടിരിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവത്തിന്റെ ഡോൺ ഗ്രീവ്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. മക്കളെ ഒന്ന് ശ്രദ്ധിച്ച് ആമേൻ. ചങ്ക് ഫ്രണ്ടിനെ ഒന്ന് വേദനിപ്പിച്ചാൽ ആ ചങ്ക് ഫ്രണ്ട് എന്തോ പറയും? സോറിടാ, ഞാൻ ഇത് നിന്നിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്തില്ല, പ്രതീക്ഷിച്ചില്ല, എന്നെ ഹേർട്ട് ചെയ്തു. ഒരു ചർച്ചിന്റെ ഒരു കൊച്ചിന്റെ അടുത്ത് നേരെ ഇരിക്കാൻ ആ പാസ്റ്റർ പറഞ്ഞു. നന്നായിട്ട് ആരാധിക്കാൻ വഴക്ക് പറഞ്ഞ ശേഷം ഈ യോഗം കഴിഞ്ഞ സിസ്റ്ററിന്റെ അടുത്ത്, സിസ്റ്ററിന്റെ ഭർത്താവ് ഗൾഫിലാണ്. അപ്പൊ പാസ്റ്റർ എന്ന് ചോദിച്ചു, സിസ്റ്റർ ഭർത്താവൊക്കെ സുഖമായിരിക്കുന്നു? പെട്ടെന്ന് മുഖമൊക്കെ ഭയങ്കര ഇങ്ങനെ ദേഷ്യം കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് പറഞ്ഞു, സുഖമായിരിക്കുന്നു, സ്തോത്രം. എന്താ ഇത്ര ദേഷ്യം വരാൻ കാരണം? എന്ത് പറ്റി സിസ്റ്റർ? പാസ്റ്റർ എന്തിനാ പബ്ലിക്കായിട്ട് എൻ്റെ കുഞ്ഞിനെ ഹേർട്ട് ചെയ്തത്? ഏതാ ആരാധിക്കാൻ നേരെ ഇരിക്കാൻ പറഞ്ഞത് ആ സിസ്റ്റർക്ക് എന്തായിട്ട് പോയി? ഹാർട്ടായിട്ട്. ഒരു കാര്യം പറയാം, ഇവിടെ കുഞ്ഞുങ്ങൾ ആരാധിക്കാൻ പഠിക്കണം, ഇവിടെ ദൈവകൃപ പ്രാപിക്കാനിരിക്കണം. ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇവിടെ ആരാധിച്ച് നിറവോടുകൂടെ പോയ ഏത് നാട്ടിൽ ചെന്നാലും ദൈവത്തെ ആരാധിക്കാം. അല്ലെങ്കിൽ വെള്ളിയാഴ്ച മീൻ പിടിക്കാൻ പോകും, സ്തോത്രം. അല്ലെങ്കിൽ പബ്ബുകളിലേക്ക് പോകുമെന്ന്, ക്ലബ്ബുകളിൽ പോകുമെന്ന്, ആരാധന മുടക്കുമെന്ന്, ലോകത്തിലേക്ക് ഇറങ്ങുമെന്ന്. ഒരു രാജ്യത്ത് ചെന്നപ്പോൾ ഒരു കൊച്ചിനെ കണ്ടു, മൂക്കിന്റെ ഇവിടെ മൂക്കയറിന്റെ കൂട്ട് അവളൊരു കമ്മൽ ഇവിടെ ഇട്ടേക്കുന്നു. അതിന് കമ്മലെന്നാണെന്ന് എനിക്കറിയില്ല. ചുണ്ട വേറെ കാര്യം ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നു, ദേഹം മുഴുവൻ പച്ച കുത്തിയിരിക്കുന്നു. ഒരിക്കൽ ദൈവത്തെ ആരാധിച്ച കുഞ്ഞാണെന്ന വാർത്ത കേട്ടപ്പോ എന്റെ ചങ്കൊന്ന് വല്ലാതെ പടച്ചുപോയി. എന്താ കാരണമെന്നറിയാമോ? വഴികാട്ടിയായി പരിശുദ്ധാത്മാവിനെ ചേർത്ത് നിർത്തുന്നതിൽ അവൾ പരാജയപ്പെട്ടു പോയി. ലോകത്തിന്റെ ദൈവമായവൻ മായാലോകത്തിന്റെ ആമേൻ വല്ലാതെ വഷളത്വത്തിന്റെ ആ വ്യാപാര ശക്തി അവളെ കീഴടക്കി. എന്നാൽ ഇന്ന് രാത്രി ദൈവകൃപ ചോദിക്കാൻ ദൈവാത്മാവ് പറയുന്നത്, ഗസ്റ്റായിട്ട് വന്ന പാസ്റ്റർ ഒരു ഉണർവുണ്ടാക്കി എന്ന പേരെടുക്കാൻ അല്ല കേട്ടോ. ഇതില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയാനായി ഇന്ന് രാത്രി നിയോഗം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്? കാരണം എന്നാണെന്നറിയാമോ? കാരണം ഇത്രയേ ഉള്ളൂ. നമ്മളെ ഒരു ദിവസം വീണ്ടും റിഡംഷൻ, അതിന്റെ 2 അർത്ഥമാണ്. ഒന്ന്, when we accepted Jesus Christ, നമ്മൾ യേശുവിനെ അറിയുമ്പോൾ ആ സമയത്ത് നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെടുന്നു. അടുത്തത് ആമേൻ ആമേൻ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നാം പുത്രത്വത്തിന്റെ പൂർത്തീകരണമായ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. അതാണ് കാഹളനാദം കേൾക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഈ ശരീരം വീണ്ടെടുക്കുന്നു. എന്തിനാ മക്കളെ ഇത്രയും ബന്ധപ്പെട്ട്? എന്തിനാ ഇത്രയും വില കൊടുത്ത്? എന്തിനാ പള്ളി വിട്ട്? എന്തിനാ പാരമ്പര്യം വിട്ട്? എന്തിനാ ഇത്ര നിന്ന സഹിക്കേണ്ടി വന്നത്? ഒരു ദിവസം വരാൻ പോവുകയാണ്. തൊട്ടടുത്ത വീട്ടുകാർ വന്ന് ആ കുക്കറിനകത്തിരുന്ന് സാമ്പാർ കരിഞ്ഞതിന്റെ ഗന്ധം കേട്ടിട്ട് വരും. നമ്മളവിടെ കാണത്തില്ല. ഒരാമേൻ പറ. സ്പോർട്സ് ചാനലും ആമേൻ ആമേൻ എല്ലാ ചാനലും ഒരു വാർത്ത വിടാൻ പോകുന്ന ഒരു ദിവസം വരാൻ പോകുകയാ. കോടിക്കണക്കിന് ആളുകളെ ഭൂപരപ്പിൽ നിന്ന് കാണാനില്ലെന്ന്. ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. എന്തിനാ വില കൊടുക്കുന്നത്? എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്? ഈ കൺപോളകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ഒരു സമയത്തിനകം വെച്ച് ഈ മൺമയമായ ശരീരം വിൺമയമായിട്ട് മാറും. ദ്രവത്വമുള്ളതിനെ അദ്രവത്വമുള്ളത് അദ്രവത്വമായതിനെ, മൺമയമായത് വിൺമയമായതിനെ, ആമേൻ മർത്യമായത് അമർത്യമായതിനെ പ്രാപിക്കുന്ന ആമേൻ റാപ്ചർ, അല്ലെങ്കിൽ കോഴിക്കുഞ്ഞിനെ ആ കഴുകൻ റാഞ്ചിയെടുക്കുന്നത് പോലെ ദൈവസഭയെ സ്വീകരിക്കാൻ എന്റെ കർത്താവ് വേഗം വരാൻ പോകുന്നതിന് ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതിന്റെ 3 പദങ്ങൾ. ഒന്ന് പറൂസിയ എന്ന പദമാ, അതിന്റെ അർത്ഥം റോയൽ വിസിറ്റ് എന്ന. മറ്റൊരു പദം ആമേൻ എപ്പിഫാനിയ എന്ന, അതിന്റെ അർത്ഥം മഹത്വം കാണിക്കുക എന്നുള്ളത്. മറ്റൊരു പദം ആമേൻ ആമേൻ
അപ്പോകലിപ്സിസ് എന്നുള്ളത് മറനീക്കി വെളിപ്പെടാൻ പോകുന്ന ആ വെളിപ്പാടിന്റെ ദിവസം വരുന്നു. ഇവിടെ നന്നാകാൻ പറയുന്നത്, ഇവിടെ നേരെ നിൽക്കാൻ പറയുന്നത്, കാണാൻ പാടുള്ളതേ കാണാവൂ, പോകാൻ പാടുള്ളിടത്തെ പോകാവൂ, നടക്കേണ്ടുന്ന വഴിയിലെ നടക്കാവൂ എന്ന വിശുദ്ധിയുടെ പ്രമാണം പറയുമ്പോ പാസ്റ്റേഴ്സ് അന്നും ഇന്നും ഭയങ്കര സ്ട്രിക്റ്റ്. അയ്യോ, ഇവരെപ്പോ പ്രസംഗിച്ചാലും ഇതേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് കൈപ്പോടെ നോക്കാനല്ല, പിന്നെയോ വീണ്ടെടുപ്പ് നാളിലേക്ക് ഇവിടെ പറയുന്ന സന്ദേശം, ഇവിടെ പാടുന്ന പാട്ട് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, നിത്യത നഷ്ടപ്പെടാതെ ഇരിക്കാൻ. എത്ര പേര് ആമേൻ പറയാൻ തയ്യാറാ? ഇത് ജോലി നഷ്ടപ്പെടാതിരിക്കാനല്ല, വീട് നഷ്ടപ്പെടാതിരിക്കാനുള്ള ദൂതല്ല, നിന്റെ നിത്യത നഷ്ടപ്പെടാതിരിക്കാൻ. ഓ രാധാന ശാന്തര ധലാധര ധരാധിയ ഉടബലമ ശബലമരമ ഉടബന ഹന്തര. ആരാധിക്കാൻ, പ്രാർത്ഥിക്കാൻ, സ്തോത്രം ചെയ്യാൻ, ഇന്ന് രാത്രി വിശുദ്ധിയോടെ ജീവിക്കാൻ വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ആമേൻ. നീതിമാൻ ആമേൻ ഇനിയും നീതി ചെയ്യട്ടെ. ഈ ദൂത് എന്തിനാണെന്നറിയാമോ? അരുളി ചെയ്യുന്നവൻ പറയുകയാ, ഇതാ ഞാൻ വേഗം വരുന്നു. ഒരാമേ പറഞ്ഞേ, He is coming soon. അവിടുന്ന് വരാൻ പോകുന്നു. ആകാശ ലക്ഷണങ്ങൾ, ഭൂമിയുടെ ലക്ഷണങ്ങൾ, ജാതീയ ലക്ഷണങ്ങൾ, ശാസ്ത്രീയ ലക്ഷണങ്ങൾ, സമുദ്രത്തിന്റെ ലക്ഷണങ്ങൾ എല്ലാം കൂടെ എന്തും വേണ്ടി അടുത്ത് ചെന്ന് അന്ത്യകാലത്തിന്റെ അന്ത്യനാഴികയെ വന്നു നിൽക്കുക. നമ്മള് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ചു കളയുന്ന വെല്ലുവിളി വല്ലാതെ വ്യാപരിക്കുന്നിടത്ത് അടകാറക കണ്ണുമായൊരു നിയമം ചെയ്യാൻ, കാതുമായൊരു നിയമം ചെയ്യാൻ, കൈയുമായൊരു നിയമം ചെയ്യാൻ, ദൈവാത്മാവ് പറയുന്ന വഴിയിൽ മാത്രം നടക്കാൻ ഇന്ന് രാത്രി നിർബന്ധം. എന്തിനാ പറയുന്നറിയാമോ? അപ്രതീക്ഷിതമായ ഒരു സമയത്ത് നിന്റെ കാതുകൊണ്ട് കേൾക്കണം കാഹളത്തിന്റെ ശബ്ദം. അത് നീ മിസ്സാക്കരുത്. എത്ര പേര് ആമേൻ പറയാൻ തയ്യാറാ? രണ്ടാമത്തെ ചിന്ത, പരിശുദ്ധാത്മാവിന് എതിരെ ചെയ്യരുത്. മാത്യു ചാപ്റ്റർ 12 verse 31 and 32 കർത്താവ് തന്നെ പറഞ്ഞ വാക്കാണ്. ആമേൻ. കർത്താവ് തിരുവായി മൊഴിഞ്ഞു പറഞ്ഞ ആമേൻ പദമാണ്. ദേ മനുഷ്യപുത്രനെ ആമേൻ എതിരെ എന്തു പറഞ്ഞാൽ സകല ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ എന്ത് ചെയ്യത്തില്ല, ആമേൻ ക്ഷമിക്കുകയില്ല. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കയില്ല. ഇത് പറഞ്ഞത് കർത്താവാകയാൽ ഒരാമേൻ പറഞ്ഞാട്ടെ. ഇത് പറഞ്ഞത് നമ്മുടെ വീണ്ടെടുപ്പുകാരനാകയാൽ ആമേൻ പറഞ്ഞാട്ടെ. കർത്താവ് പറയാ, ആമേൻ, പരിശുദ്ധാത്മാവിന് നേരെ എന്തെങ്കിലും പറഞ്ഞ അത് ഈ ലോകത്തിലും അല്ല വരുവാനുള്ള ലോകത്തിലും എന്ത് ചെയ്യത്തില്ല, ക്ഷമിക്കത്തില്ല. ഇത് മിമിക്ക് കാണിക്കരുത്. ഒരാമേൻ പറഞ്ഞാട്ടെ. ആരാധിക്കുന്ന അച്ചായന്റെ ആരാധന, അപ്പച്ചന്റെ ആരാധന, ആരാധിക്കുന്ന ആടെ ആരാധന കുഞ്ഞിനെ കൊണ്ട് അഭിനയിപ്പിക്കരുത്. ഇത് അഭിനയിക്കാനുള്ളതല്ല. ഒരാമേ പറഞ്ഞാട്ടെ. ലാഘവത്തോടെ ആരാധനയെ കാണരുത്. അതകോ രകം സനാതന പാട്ടുപാടുമ്പോ എന്റെ കുഞ്ഞ് വേറെ ബിസിനസ്സിനകത്ത് പോകരുത്. രാജ്യത്ത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരാൾ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ നോക്കിട്ട് ഹല്ലേലൂയ ആമേൻ പുള്ളി എനിക്ക് ഏലായിട്ട് തരിക. ആശയ പ്രസംഗിച്ചോ? കർത്താവിനെ ലൈവായിട്ട് പറഞ്ഞു. ആ വ്യക്തി ഫേസ്ബുക്ക് നോക്കുകയാണെന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞു. ബ്രദർ, ഇത് അതിനുള്ള സ്ഥലമല്ല. ദഹിപ്പിക്കുന്ന അഗ്നിയുടെ അടുക്കല നീ ഇരിക്കുന്നത്. ഒരാമേൻ പറഞ്ഞാട്ടെ. ഇത് കാര്യം പറയാനുള്ള സ്ഥലമല്ല. ഒരാമേൻ പറഞ്ഞാട്ടെ. വചനം ശുശ്രൂഷിക്കുമ്പോൾ പരസ്പരം ആമേൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ആ ഏകാഗ്രത കളയാനുള്ള സ്ഥലമല്ലിത്. ഒരാമേൻ പറഞ്ഞാട്ടെ. വർഷത്തിലൊരിക്കൽ കാലിൽ ചങ്ങലയിട്ട് മഹാപാപ പരിഹാര ദിവസം കൃപാസനത്തിന്റെ അരികിലേക്ക് വരാൻ മഹാപുരോഹിതന് മാത്രം അധികാരമുള്ള സ്ഥലത്തേക്ക് തന്റെ വേഗമെന്ന തിരശീല ചീന്തി നമുക്കായി സ്ഥാപിക്കപ്പെട്ട ജീവനുള്ള പുതുവഴിയ ഇന്ന് രാത്രി അടുത്ത് വന്ന് സർവശക്തൻ ആയിരിക്കുന്ന ദൈവത്തെ എന്റെ പിതാവേ എന്ന് വിളിക്കാൻ ഉന്നതനായ ദൈവം പുതിയ നിയമത്തിന്റെ അവസരത്തെ ഒരുക്കി തന്നെങ്കിൽ അതിനെ ചെറുതായി കാണരുത്. അതിനെ ചെറുതായി കാണരുത്. വർഷങ്ങളായതുകൊണ്ട് ആരാധന പാരമ്പര്യമാകരുത്. ആരാധന ചടങ്ങാകരുത്. പ്രാർത്ഥന ചടങ്ങാകരുത്. Glory
with God. കാരണം അറിയാമോ, പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയരുത്. അവൻ പ്രവൃത്തി 5:3, 5:9. അവൻ എബ്രായ ലേഖനം 10-ാം അധ്യായം 29-ാമത് വാക്യം. ഈ വാക്യം നിങ്ങൾ എഴുതിയെടുക്കൂ. ഞാനതിന്റെ ആമൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളാം. നാം ഇങ്ങനെ വായിക്കുന്നു 5:3. അവൻ പരിശുദ്ധാത്മാവിന് നേരെ വ്യാജം കാണിക്കരുത്. 5:9 പരിശുദ്ധാത്മാവിന് നേരെ പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കരുത്. എബ്രായ ലേഖനം 10:29 ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും നിങ്ങളെ ശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്നുകയും തീർന്നില്ല, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്താൽ അവർക്ക് എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പിൻ. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. കുഞ്ഞെ, നാളെ നിന്റെ സ്ഥിതി മാറാം, നീ വന്ന വാഹനം മാറാം, നിന്റെ പാർപ്പിടം മാറാം, നിന്റെ പദവി മാറാം. പക്ഷെ ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയ്ക്ക് പദവി മാറിയത് കൊണ്ട് മാറ്റം വരരുത്. രാമൻ പറഞ്ഞാട്ടെ. നന്മ വർദ്ധിച്ചത് കൊണ്ട് മാറ്റം വരരുത്. ഒരുമിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. രാജാവായിട്ടും പെട്ടകത്തിന് മുൻപാകെ നൃത്തം ചെയ്ത് ആരാധിക്കാൻ ദാവീദ് തയ്യാറായത് ആട്ടിടയനായ തന്നെ അധികാരത്തിൽ കൊണ്ടുവന്നിട്ടും ആരാധന മറന്നില്ലെന്ന് വെളിപ്പാട്. പ്രാർത്ഥനയ്ക്കായി സമയത്ത് വേർതിരിക്കുകയാണ്. രണ്ട് മേഖലകളെ ദൈവാത്മാവ് പറഞ്ഞു. ഒന്ന്, ആരാണ് പരിശുദ്ധാത്മാവ്? രണ്ട്, പരിശുദ്ധാത്മാവിനെതിരെ എന്ത് ചെയ്യരുത്. നിയോഗത്തോടെ ഞാൻ പ്രാർത്ഥിക്കാൻ സമയത്ത് വേർതിരിക്കുന്നു. Let us close our eyes in the mighty presence of Almighty God. Please close your eyes. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. എത്ര പേര് പറയും, കർത്താവേ, അവിടുത്തെ നല്ല ആത്മാവെന്നെ നേർനിലത്തിൽ നടത്തുമാറാകട്ടെ. അവിടുത്തെ നിയോഗമുള്ളിടത്ത് മാത്രമേ എന്നെ അയക്കാവേ. അവിടുത്തെ നിയോഗമുള്ള വഴിയിൽ മാത്രമേ എന്നെ കൊണ്ടുപോകാവേ. അല്ലാത്തതൊന്നും. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ. കമൺ, ചോദിച്ച പരിശുദ്ധാത്മാവിനോട്, പരിശുദ്ധാത്മാവേ എന്നെ നടത്തണമേ. ആശ്വാസപ്രദന്റെ സാന്നിധ്യം ഇന്ന് രാത്രി എത്ര പേർക്ക് ആവശ്യമുണ്ട്? എത്ര പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ അറിഞ്ഞും അറിയാതെ വേദനിപ്പിച്ചിട്ടുണ്ട്? ക്ഷമിക്കണമേ എന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഈ ഉപവാസ പ്രാർത്ഥന മാനസാന്തരത്തിന്, ഈ ഉപവാസ പ്രാർത്ഥന മടങ്ങി വരവിന്, ഈ ഉപവാസ പ്രാർത്ഥന മറുത്തു നിൽക്കാനല്ല, മടങ്ങി വരവിന്റെ ശബ്ദത്തിന് മുൻപാകെ കീഴടങ്ങാനാ. This is the time to restoration. This is the time to renewing. This is the time to rebuilding. ചിലത് ഇടിഞ്ഞു കിടക്കുന്ന സ്ഥലത്തെ പണിയാൻ ഇന്ന് രാത്രി തയ്യാറാണെങ്കിൽ, അടകാല രകംധര ഒരു റീസ്റ്റോറേഷൻ ഇന്ന് രാത്രി റെഡിയാണെങ്കിൽ, അടകാലക സന്തരാധനാദിയാന ഒരു മടങ്ങി വരവിന് ഇന്ന് രാത്രി റെഡിയാണെങ്കിൽ, അടുത്ത വാക്ക് റിവൈവൽ നിന്നിൽ വെളിപ്പെടാൻ പോകും. ഒരു ഉണർവിനായി ദൈവം നിന്നെ നിർത്താൻ പോകുകയാ. കൊടിയ കാറ്റടിക്കുന്ന പോലെ ഇന്ന് രാത്രി ദൈവകൃപ ദൈവസഭയുടെ അകത്ത് അവൻ വീശുന്ന രാത്രിയായി മാറട്ടെ. മഴ പെയ്തിറങ്ങുന്ന പോലെ ഇന്ന് രാത്രി തന്റെ മഹത്വം ഇന്ന് രാത്രി പെയ്തിറങ്ങട്ടെ. അഭിഷേകത്തിന്റെ തൈലം അവൻ ഒഴുകി ഇറങ്ങുന്നത് പോലെ ഇന്ന് രാത്രി നിന്റെ മേൽ അഭിഷേകത്തിന്റെ നിറവ് വ്യാപരിക്കട്ടെ. ആത്മാവിൽ എത്ര പേരുന്ന സ്തോത്രം ചെയ്യാൻ തയ്യാറാ? ഓ, ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ, ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ, ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിന് നിന്നെ കുറിച്ചുള്ള വഴി, പരിശുദ്ധാത്മാവിന് നിന്നെ കുറിച്ചുള്ള പദ്ധതി നിന്റെ ചിന്തകൾക്കപ്പുറത്താണ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ട്. ദൈവകൃപയുടെ ആഴമേറിയ പുതപ്പ് നിന്റെ മേലൊന്ന് വീഴാൻ സഭ ഒരുമിച്ച് നാമം പറഞ്ഞാട്ടെ. അടകാല റംദര ശാലക രഗംധരാജ അവൻ അഭിഷേകത്തിന്റെ നിറവ് ഇന്ന് രാത്രി ഒന്ന് ചോദിച്ചാട്ടെ. അടകാല രഗംധര ശകലഘടക പ്രാർത്ഥനാ ജീവിതം, ആരാധനാ ജീവിതം, വചന ധ്യാനം ഇന്ന് രാത്രി വർദ്ധിക്കുന്ന ഒരു രാത്രിയായി മാറട്ടെ. അതിന്റെ നിറവ് വെളിപ്പെട്ട് വരട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തൊടുകയാ ചില വിഷയങ്ങളെ. രഹസ്യമായി കരയുന്ന വിഷയങ്ങൾക്കുള്ള പരസ്യമായ മറുപടി നീ കാണുമെന്ന് ദൈവശബ്ദം നിന്നോട് അറിയിക്കാൻ ഇന്ന് രാത്രി ദൈവാത്മാവ് നിയോഗം നൽകി തരുന്നല്ലോ. അബ്ബാ എന്നുള്ളിലെന്നും
വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വിട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നിൽ എന്നു മതി വസിക്കാ വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നിൽ എന്നു മതി. വെളിപ്പാടില്ലെന്നും പ്രവചനമില്ലെന്നും ആത്മനിറവില്ലെന്നും അധികാരമില്ലെന്നൊക്കെ പറഞ്ഞു പരത്തുന്ന വല്ലാത്ത ആളുകളുടെ നടുവിൽ ഇന്ന് രാത്രി ഈ സഭയെ കർത്താവ് അധികാരത്തോടെ നടത്താൻ പോകുകയാണ്. ശബല രഗംധര ജഗല രഗ മാതാക്കളെ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. ദൈവിക വെളിപ്പാടിനാൽ ദർശനങ്ങളാൽ ചില മുന്നറിയിപ്പുകളുടെ ആലോചനകളെ ആത്മാവിൽ പ്രാപിക്കാൻ അടക യൗവനക്കാരെ ആത്മാവിൽ ഒന്ന് സ്തോത്രം പറഞ്ഞ് ഇന്ന് രാത്രി പ്രവചിക്കാൻ, ആത്മാവിൽ ദൂത് കൈമാറാൻ, ഇന്ന് രാത്രി വെളിപ്പാടിന്റെ ആഴങ്ങളെ പ്രാപിക്കാൻ, അന്യഭാഷകളുടെ വരങ്ങൾ ഇന്ന് രാത്രി കൈകാര്യം ചെയ്യുന്ന രാത്രിയാൽ അടക ലഗന ശന്തര ജ്ഞാനത്തിന്റെ പരിജ്ഞാനത്തിന്റെയും കൃപാവരങ്ങളുടെ ജ്വലനങ്ങൾ ഇന്ന് രാത്രി ദൈവസഭയ്ക്കകത്ത് ശക്തമായി വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. രോഗശാന്തിയുടെ വരം, അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ശുശ്രൂഷയ്ക്കായിട്ടുള്ള നിയോഗങ്ങൾ ആത്മാവിൽ കരങ്ങളെ തട്ടി അന്യഭാഷയിൽ അഭിഷക്തന്മാരെ, ആദിമ സഭയിൽ നടന്ന ഉണർവുകൾ ദൈവജനത്തിന്റെ നടുവിൽ വെളിപ്പെടുകയോ? Holy Spirit, അഭിഷേകത്തിന്റെ ജ്വലനം ഇന്ന് രാത്രി. Oh, bless your way. Bless your way. Atma-Shaktiya. Blessed be the name. Blessed be the name. അത്ഭുതകരമായ സൗഖ്യം ഇന്ന് രാത്രി മൺപാത്രങ്ങളുടെ മേൽ. പൊന്ന് വെള്ളി ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. നിന്നെ മയക്കുന്ന, തളർത്തുന്ന, മരണഭീതിയിടുന്ന ചില വെല്ലുവിളികൾ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുകയോ? പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ കരത്തിലുള്ള ദാവീദിന്റെ പുത്രൻ, ഓ രാജാതി രാജാവായി Glory to Lord, Rabanadara, Vanavashavala, Jaganadara, Jala, Rigala, Vanadara, Javasambadadara, Jala, Rigaladara, Vanahatare, Digajera, Adara, Vanavashavala, Jala, Rigachavana, Jala, Glory to Lord, glory to Lord, glory to Lord, glory to Lord. Devadasane Shaktamai, Parishudhanmav, Namada Madhya Vuyukayirno. ആ ദേവദാസന്റെ ശുശ്രൂഷയെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചല്ലോ, നമുക്ക് അനുഗ്രഹമാക്കി തീർത്തല്ലോ. ഹല്ലേലൂയ. വചനത്തിലൂടെ വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഹല്ലേലൂയ ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ. ദൈവദാസനെ ശക്തമായി കർത്താവ് ഉപയോഗിച്ചതുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ആമേൻ കാര്യസ്ഥനായി ഹല്ലേലൂയ ആശ്വാസ
സമൃദ്ധനായി ഉപദേഷ്ടാവായി നമ്മോടുകൂടി ഇരുന്ന് ഹല്ലേലൂയ നമ്മെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ നിത്യജീവൻ വരെയും കർത്താവിന്റെ സന്നിധിയിൽ എത്തുന്നത് വരെയും നമ്മെ വഴി നടത്തുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന, ഹല്ലേലൂയ നമുക്ക് വേണ്ട ഉപദേശങ്ങൾ പറഞ്ഞു തരുന്ന, ഹല്ലേലൂയ കാര്യസ്ഥൻ, ഹല്ലേലൂയ നമ്മോടുകൂടി ഇരിക്കുന്ന ആ ദൈവകൃപയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ ദൈവദാസനെ, ഹല്ലേലൂയ കർത്താവ്, ഹല്ലേലൂയ ദൈവദാസനെ തക്ക സമയത്ത് നമ്മുടെ അടുക്കളയിൽ അയച്ച് അല്ലെങ്കിൽ തന്നെ മഹത്വപൂർണമായ ശുശ്രൂഷ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ നമുക്ക് പകർന്നു തന്നല്ലോ. ദൈവദാസനെ, ഹല്ലേലൂയ ദൈവദാസനോടുള്ള നന്ദി സമയത്ത് നമുക്ക് ഹല്ലേലൂയ അറിയിക്കാം. ദൈവദാസനെ ദൈവം പിന്നെയും അനേകർക്ക് ശക്തമായി അനേകരുടെ ഉപയോഗിക്കട്ടെ. സ്വതന്ത്രം നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കർത്താവിന്റെ വലിയൊരു ദാസൻ മനോജ് കെ ബാബു ഹല്ലേലൂയ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വലിയൊരു പ്രത്യേക ഹല്ലേലൂയ പ്രൈസ് ഇവർക്ക് ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കും. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ശ്രീ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന രാത്രികാലം എളിയവരാന്ന ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ എൻ്റെ ദൈവമേ, ഞങ്ങളെ സഹായിച്ച അങ്ങയുടെ വലിയ ദയക്കായി വിശ്വസ്തയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. കഴിഞ്ഞ 2 രാത്രികാലവും പകൽക്കാലങ്ങളെല്ലാം ദൈവത്തിന്റെ കൃപ കർത്താവേ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവിപ്പാൻ എൻ്റെ ദൈവമേ അങ്ങിടയാക്കിയതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. പ്രാർത്ഥിച്ചാരംഭിച്ച രാത്രി മുതൽ കർത്താവ് ഇതുവരെയും ദൈവം ഞങ്ങളെ ഹല്ലേലൂയ അത്ഭുതകരമായി അതിശയകരമായി വഴി നടത്തിയല്ലോ കർത്താവേ. അങ്ങയുടെ ആലോചന സഭയിൽ ഞങ്ങൾ ഇരുത്തി കർത്താവേ. ശ്രേഷ്ഠമായ ആലോചനകളും മരണപ്പാടുകളും കേൾപ്പാൻ എൻ്റെ ദൈവമേ നീ ഞങ്ങളെ ഇടയാക്കിയതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ് കർത്താവേ. ഇന്ന് രാത്രികാലവും ഹല്ലേലൂയ അങ്ങയുടെ ശ്രേഷ്ഠമായ ആലോചന അടിയങ്ങൾക്ക് കേൾപ്പാൻ എൻ്റെ ദൈവമേ നീ ഞങ്ങളെ ഇടയാക്കിയതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ അങ്ങയുടെ ആത്മാവ് ഞങ്ങൾക്ക് നല്ല ഉപദേഷ്ടാവായി, ആമീൻ ഹല്ലേലൂയ നല്ലൊരു കാര്യസ്ഥനായി, ആമീൻ ഹല്ലേലൂയ സ്തോത്ര, ആമീൻ നല്ലൊരു കൗൺസിലറായി കർത്താവേ ഞങ്ങളോടുകൂടെ ഇരുന്ന് ഹല്ലേലൂയ ഞങ്ങളെ എപ്പോഴും വഴി നടത്തുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ ഭാരങ്ങൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, ആമീൻ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് നല്ല ആശ്വാസം പകർന്നു തന്ന്, ആമീൻ ഞങ്ങളുടെ വേദനകളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ആമീൻ ഒരു അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുന്ന ദൈവമായി ഹല്ലേലൂയ എൻ്റെ കർത്താവേ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവവചനം ശുശ്രൂഷ അങ്ങയുടെ വലിയൊരു ഭക്തനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പകൽക്കാലവും ഈ രാത്രികാലവും ഹല്ലേലൂയ അടിയങ്ങൾക്ക് ആവശ്യമാകുന്ന ദൈവിക ശബ്ദങ്ങൾ ആമേൻ പറഞ്ഞു തരുവാൻ എൻ്റെ ദാസനെ ദൈവം അങ്ങ് ബലപ്പെടുത്തിയല്ലോ കർത്താവേ. തുടർന്നും കർത്താവേ ശക്തമായി അങ്ങയുടെ ദാസനെ എടുത്ത് ഉപയോഗിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഈ 3 ദിവസക്കാലം ഉപവസിക്കുന്ന ഞങ്ങളുടെ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിച്ചാട്ടെ, അവരെ ദൈവം ബലപ്പെടുത്തിക്കാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഏറിയ ബലവും സൗഖ്യവും ആരോഗ്യം ദൈവം നൽകുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദാസിദാസന്മാരെയും ഹല്ലേലൂയ അമ്മേ സഭാവിശ്വാസികളെയും എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവം ഇന്ന് രാത്രികാലം സമാധാനവും സന്തോഷവും ആമീൻ ഹല്ലേലൂയ ആശ്വാസവും ദൈവം അങ്ങ് പകർന്നതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നാളെ നടക്കുന്ന വിശുദ്ധ ആരാധനയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ എൻ്റെ ദൈവം ഞങ്ങളെ ഇടയാക്കുമാറാകണമേ എന്ന് ഞങ്ങളെ കൂടെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അടിയങ്ങളെ ഹല്ലേലൂയ സമാധാനത്തോടെ പറഞ്ഞയക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഇനി കാണുന്നവരെയും ദൈവകൃപയ്ക്കുള്ളിൽ ഞങ്ങളെ മറച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥനയുടെ ഓർത്ത് കരം ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഇന്ന് ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും, വിശേഷാൽ ഇന്ന് പകലും രാത്രിയിലും അവിടുത്തെ വചനമാധികാരികമായി ഇവിടെ ശുശ്രൂഷിച്ച കർത്താവേ അങ്ങയുടെ വലിയൊരു ദാസന്റെ മേലും ഇന്നും എന്നേക്കും കർത്താവിന്റെ 2ാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഇന്നും ജയം നൽകിയ ദൈവത്തിന് കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. എല്ലാവർക്കും സമാധാനത്തോടെ തിരിഞ്ഞു പോകാം.
നാളെ രാവിലെ 9 മണിക്ക് സൺഡേ സ്കൂളും 10 മണിക്ക് ആരാധനയും ഉണ്ടായിരിക്കുന്നതാണ്. പ്രാർത്ഥനാപൂർവം സംബന്ധിക്കുക. നാളെ കർത്തൃമേശ ശുശ്രൂഷയുണ്ട്. പ്രാർത്ഥനയോടുകൂടി കടന്നു വരിക.